إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له. اللهم صل على محمد وعلى آل محمد كما صليت على آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. മാന്യ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ യാദൃശ്ചികമായിട്ടാണെങ്കിലും ഇവിടെയുള്ള മലയാളികളുമായി പരിചയപ്പെടാൻ അവസരം നൽകിയ സർവശക്തനായ അല്ലാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ധാരാളം പ്രശ്നങ്ങളുമായി കടലിനക്കരെ നിന്ന് ഇവിടെ വന്നപ്പോഴും സമൃദ്ധിയുടെ സമയത്തും പടച്ചവനെ മറക്കാതെ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ അവസരം കാണുന്ന നിങ്ങളുടെ സ്വഭാവത്തെ സർവശക്തനായ അല്ലാഹു എന്നും ദൈവസ്മരണയോടെ നിലനിർത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മനുഷ്യ സഹജമായ സ്വഭാവമാണ് ധന്യത വരുമ്പോൾ അല്ലാഹുവിനെ മറക്കുക എന്നത്. എല്ലാ ധന്യതയുടെ ആളുകളും അല്ലാഹുവിനെ മറക്കാറില്ല. മറിച്ച് അല്ലാഹുവിനെ സംബന്ധിച്ച് ഓർമ്മയില്ലാത്ത, പടച്ചവന്റെ അനുഗ്രഹമാണ് എന്നിൽ വർഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കാത്ത, ധന്യത ലഭിക്കുന്ന ആളുകൾ അല്ലാഹുവിനെ മറന്നുപോകും. അതാണ് നാം കാണുന്നത്. ഈജിപ്തിന്റെ മുഴുവൻ ഭരണവും കയ്യിലെടുത്ത, സമൃദ്ധിയുടെ മടിത്തട്ടിൽ ജനിച്ച് സമൃദ്ധിയിൽ ആറാടിക്കൊണ്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഫിർഔൻ പറഞ്ഞു, അന റബ്ബുക്കുമുൽ അഅല, ഞാൻ നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവാണെന്ന്. അതേ സമയത്ത് അനാഥയായി ജനിച്ചു, അനാഥയായി വളർന്നു. ഒരുപാട് പ്രയാസങ്ങളുടെ ശേഷം താൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ ധന്യതകളും ഒത്തുകൂടിയപ്പോഴും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹുമ്മ ജഅൽനി മിൻ ഇബാദിക സ്സാലിഹീൻ, പടച്ച തമ്പുരാനെ, നിന്റെ സജ്ജനങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ എന്നെ നീ പെടുത്തേണമേ. ഇവിടെ നാം കാണുന്നത് ധന്യതയുടെ രണ്ട് മുഖമാണ്. ഒന്ന്, ദൈവസ്മരണയുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ധന്യത വന്നപ്പോൾ, താൻ ഉദ്ദേശിച്ച നാട് മുഴുവനും തന്റെ ഭരണത്തിന്റെ കീഴിൽ വന്നപ്പോഴും ആ പ്രവാചകൻ പറഞ്ഞത് അല്ലാഹുമ്മ ജഅൽനി മിൻ ഇബാദിക സ്സാലിഹീൻ എന്നാണ്. അതേ സമയത്ത് ധന്യതയിൽ അഥവാ ഐശ്വര്യത്തിൽ അല്ലാഹുവിനെ മറന്ന ഫിർഔൻ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവാണെന്നാണ്. ഇതിലേത് സ്വഭാവം നാം ഉൾക്കൊള്ളണമെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ഓരോ വ്യക്തിയും തന്റെ മനസ്സിനോട് ചോദിക്കേണ്ടതാണ്. അല്ലാഹു തആല പല വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതിലേറ്റവും വലിയ അനുഗ്രഹം ഹിദായത്ത് ലഭിച്ചു എന്നതാണ്. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പുപ്പമാരുടെ, കുറെ അപ്പുറമുള്ള ഉപ്പുപ്പമാരുടെ ഒരു കാലത്തെ സംബന്ധിച്ചോർത്താൽ നമ്മളെല്ലാവരും അഥവാ നമ്മുടെ ഉപ്പുപ്പമാരെല്ലാം
കല്ലുകൾക്കും മുള്ളുകൾക്കും സൂര്യനും ചന്ദ്രനും എലിക്കും പൂച്ചയ്ക്കും ആടിനും കോഴിക്കും ആരാധിക്കുന്ന, അതേ കുരങ്ങനെ ദൈവമാക്കി വെച്ചിരുന്ന, പശുവിന്റെ മൂത്രത്തിൽ ഔഷധവീര്യം കണ്ടിരുന്ന, അതിൽ ബർക്കത്ത് കണ്ടിരുന്ന പിതാക്കന്മാരുടെ മക്കളാണ് നാം. എങ്കിൽ ആ പിതാക്കന്മാരുടെ മക്കൾക്ക് പടച്ച തമ്പുരാൻ ഹിദായത്ത് നൽകിക്കൊണ്ട് പറഞ്ഞു, ലോകത്തിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്, അവകൾ ആരാധിക്കപ്പെടേണ്ടതല്ല. നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ഉന്നതരായ സൃഷ്ടികളാണ്. അതെ, മനുഷ്യരെന്ന് പറഞ്ഞാൽ വലഖദ് കറംനാ ബനി ആദം, ബനി ആദമിനെ നാം ബഹുമാനിച്ചിരിക്കുന്നു, നാം ആദരിച്ചിരിക്കുന്നു. ആദം സന്തതികൾക്ക് ആരാധിക്കാൻ പറ്റുന്ന യാതൊരു ജീവിയും ഈ ലോകത്തിലില്ല, യാതൊരു സൃഷ്ടിയുമില്ല. അതെ, മനുഷ്യനേക്കാൾ ബഹുമാനമുള്ള മറ്റൊരു സൃഷ്ടി ഇവിടെ കാണാൻ കഴിയുകയില്ല. മനുഷ്യൻ ആരാധിക്കാൻ പറ്റുന്ന ഒരു വസ്തു ലോകത്തിലുണ്ടെങ്കിൽ ലോകങ്ങളെ മുഴുവനും സൃഷ്ടാവായ പടച്ച തമ്പുരാൻ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ സൃഷ്ടി പൂജ നടത്തരുത്, സൃഷ്ടികൾക്ക് നിങ്ങൾ ആരാധിക്കരുത്. ആ തീരുമാനം നാം പ്രഖ്യാപിച്ചാൽ പോരാ, ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും അത് തെളിഞ്ഞു കാണേണ്ടതും. അങ്ങനെ നാം വിശ്വസിക്കുകയും നാം സമ്മതിക്കുകയും ചെയ്യുമ്പോഴാണ് വിശ്വാസത്തിന്റെ സമാധാനം, വിശ്വാസത്തിന്റെ ആസ്വാദനം നമ്മുടെ മനസ്സുകൾക്ക് ലഭിക്കുന്നത്. അതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈമാനി മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യ. വിശ്വാസത്തിന്റെ സ്വാദാസ്വദിച്ചു മൻ റളിയ ബില്ലാഹി റബ്ബൻ. സംരക്ഷകനായി പടച്ച തമ്പുരാനെ മാത്രം തൃപ്തിപ്പെട്ടിരിക്കുന്ന ആളുകൾ, അല്ലാഹു തആല എനിക്ക് സംരക്ഷകനായി മതി, അവനാണ് എന്റെ സംരക്ഷകനെന്ന് തൃപ്തിപ്പെട്ടിരിക്കുന്ന ആളുകൾ, അവന് വിശ്വാസത്തിന്റെ സ്വാദാസ്വദിക്കാൻ സാധിക്കും. കാരണം ഈ ലോകത്തെ മുഴുവനും സംരക്ഷിക്കുന്ന, ഈ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ലോകൈകനാഥനായ റഹ്മാനായ റബ്ബ്, അവൻ മാത്രമാണ് റബ്ബായിട്ടുള്ളത്. മറ്റ് ലോകത്താരും റബ്ബില്ല, സംരക്ഷകനില്ല. എല്ലാ സംരക്ഷണങ്ങളും ആ റബ്ബിൽ സംക്ഷിപ്തമാണ്. ആ അർത്ഥമൊതുങ്ങുന്ന പദം ലോകത്തേറ്റവും ചുരുങ്ങിയത്, ദിവസത്തിലേറ്റവും ചുരുങ്ങിയത് 17 പ്രാവശ്യം നാം ആവർത്തിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി, എല്ലാ സ്തുതികളും അല്ലാഹുവിനാണ്. എല്ലാ സ്തുതികളും എന്ന് പറഞ്ഞാൽ, സ്തുതികൾ എന്ന് പറഞ്ഞതിൽ ഉൾക്കൊള്ളാവുന്ന ഏതെല്ലാം ഘടകങ്ങളുണ്ടോ? സ്തുതികൾ 4 വിധത്തിലുണ്ടാവാം. ഒന്ന്, സൃഷ്ടാവായ റബ്ബ്, ആ സൃഷ്ടാവിനെ തന്നെ സ്തുതിക്കുക, അല്ലാഹുവിനെ തന്നെ സ്തുതിക്കുക. അതാണ് സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ എന്ന് പറഞ്ഞ സൂറത്തിന്റെ ആദ്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, തന്റെ ദാസനെ രാപ്രയാണം ചെയ്യിച്ച നാഥൻ പരിശുദ്ധൻ. അതാരാണ് പറയുന്നത്? അല്ലാഹ്. ആരെ പറ്റി? അള്ളാഹിനെ പറ്റി തന്നെ. അപ്പോൾ സൃഷ്ടാവിനെ സ്തുതിക്കാം. അതേ സമയത്ത് സൃഷ്ടാവായ രക്ഷിതാവ് സൃഷ്ടികളെ സ്തുതിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞു, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നബി അങ്ങ് മഹത്തായ സ്വഭാവത്തിലാണ്. ഇതാരാ പറഞ്ഞത്? അല്ലാഹു തആല സൃഷ്ടിയെ സംബന്ധിച്ച് പറഞ്ഞു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞു. അപ്പോൾ സ്തുതി രണ്ടെണ്ണായി. ഒന്ന് സൃഷ്ടാവിനെ സ്തുതിക്കുക, മറ്റൊന്ന് സൃഷ്ടാവ് സൃഷ്ടിയെ സ്തുതിക്കുക. ഇനി സൃഷ്ടിയെ സ്തുതിക്കുക, സൃഷ്ടാവിനെ സ്തുതിക്കുക എന്ന് പറഞ്ഞാല് ഒരാളെ സംബന്ധിച്ച് നമ്മൾ നന്നായിട്ട് പറയാം, അയാൾ നല്ല മനുഷ്യനാണ്, അല്ലെങ്കിൽ നല്ല മഹാനാണ്, അയാൾ മഹാപണ്ഡിതനാണ്, മഹാസുന്ദരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സൃഷ്ടിയെ നമ്മൾ സ്തുതിച്ചാൽ ആ സൃഷ്ടിയെ സ്തുതിക്കുന്ന സ്തുതിയാണ്. വേറൊന്ന് സൃഷ്ടാവിനെ സ്തുതിക്കുക, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അല്ലാഹുവിനെ സ്തുതിക്കാം. അത് നമുക്ക് പിന്നെ പറഞ്ഞു തരണ്ട. ഈ ഏത് സ്തുതി ഉണ്ടോ ആ സ്തുതിയൊക്കെ മടങ്ങുന്ന പഠിത്തത്തിലേക്കാണ്. അതെ, അല്ലാഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്തുതിച്ചപ്പോൾ, അങ്ങ് മഹത്തായ സ്വഭാവത്തിലാണെന്ന് പറഞ്ഞപ്പോൾ, ഈ സ്വഭാവം നൽകിയ, ഈ സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏകിയ ആ അല്ലാഹുവിലേക്ക് തന്നെ ആ സ്തുതി മടങ്ങുന്നത്. പിന്നെയോ, ഒരു സൃഷ്ടിയെ മറ്റൊരു സൃഷ്ടി സ്തുതിക്കുകയാണെങ്കിൽ സ്തുതിക്കപ്പെടുന്ന സൃഷ്ടിക്ക് എന്ത് ഗുണങ്ങൾ കൊണ്ടാണ് അവൻ സ്തുതിക്കുന്നതെങ്കിലും ആ ഗുണങ്ങൾ നൽകിയ അല്ലാഹുവിലേക്ക് തന്നെ ആ സ്തുതി മടങ്ങുന്നു.
പിന്നെ പഠിച്ചവനെ സ്തുതിച്ചാ പഠിച്ചവനിലേക്ക് തന്നെയാണെന്നുള്ള കാര്യം തീർച്ചയല്ലേ. അങ്ങനെ നോക്കിയാൽ സ്തുതികളെല്ലാം അല്ലാഹുവിനാണ്. നമുക്കൊരു സ്തുതിക്കും അവകാശമില്ല. അത് നമ്മളെ മനസ്സ് സമ്മതിക്കില്ലല്ലോ. ഏതോ ഒരു നല്ല കാര്യം ചെയ്തപ്പോ അത് പഠിച്ചവന്റെ തൗഫീഖ് കൊണ്ട് അങ്ങനെ കിട്ടി എന്ന് പറഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു ഈളിന്റെ ഹെൽപ്പ് ചെയ്തൊരുത്തനുണ്ടെങ്കിൽ ഓന്റെ പേരും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃപ്തിയാവോ? ഇല്ല, നമ്മുടെ മനസ്സ് സമ്മതിക്കാറില്ല. അത് എന്താന്ന് വെച്ചാല് മനുഷ്യന്റെ സഹജമായ ഒരു ആഗ്രഹം. അതേ സമയത്ത് സത്യത്തിന്റെ യാഥാർത്ഥ്യം, സ്തുതിയുടെ മുഴുവൻ യാഥാർത്ഥ്യം അള്ളാഹുവിലേക്ക് നാം വിടുകയും ആ റബ്ബ് മാത്രമാണ് സംരക്ഷകനെന്ന് സമ്മതിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഏത് സമയത്തും സമാധാനമുണ്ട് മനസ്സിന്. ഏത് സമയത്തും നമ്മുടെ മനസ്സിന് സ്വസ്ഥത ഉണ്ട്. കാരണം എന്താന്ന് ചോദിച്ചാൽ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നു ആരില്? അള്ളാഹുവിൽ. ആ അള്ളാഹുവിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ നമ്മളെ കൂലിക്കാരനല്ലല്ലോ, നമ്മളെ പൊരയിൽ വീട്ടിലെ ജോലിക്കാരനല്ല, കൂലിക്കാരനല്ല. പിന്നെ പഠിച്ചവനെ ഏൽപ്പിച്ചിരിക്കുന്നു പറഞ്ഞാൽ എന്താ അർത്ഥം? എന്റെ രക്ഷിതാവാണ്, എന്റെ യജമാനനാണ്, എന്റെ സൃഷ്ടാവാണ്, എന്റെ റാസിഖാണ്, എന്റെ ഖാലിഖാണ് റബ്ബ്. ആ ഖാലിഖായ റാസിഖായ അർഹമുർറാഹിമീനായ രക്ഷിതാവ് അവനാണ് എന്റെ സംരക്ഷകൻ. ആ സംരക്ഷകനെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. ആ സംരക്ഷകനിൽ നാം കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ, നമ്മുടെ സംരക്ഷണം അവൻ ഏറ്റെടുത്ത് നടത്തുമ്പോൾ അവൻ പറയുന്ന നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നാം നിർബന്ധിതരാണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു. തീർച്ചയായും ഒരു വിഭാഗം ആളുകൾ ഖാലൂ, അവർ പറഞ്ഞു റബ്ബുനല്ലാഹ്, അല്ലാഹു നമ്മുടെ രക്ഷിതാവാണെന്ന് പറഞ്ഞു. എന്നിട്ടോ അല്ലാഹു രക്ഷിതാവാണെന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടമുള്ള വഴിക്ക് പോയി എന്നല്ല, സുമ്മ ഇസ്തഖാമു, പിന്നീട് അവർ ചൊവ്വായി നിന്നു. അല്ലാഹു എന്റെ രക്ഷിതാവാണെന്ന് പറഞ്ഞത് കേവലം നാവുകൊണ്ട് മാത്രമല്ല, മനസ്സുകൊണ്ടാണ്. മനസ്സുകൊണ്ട് പറയുമ്പോൾ എല്ലാവിധത്തിലുള്ള കാര്യങ്ങളുടെയും സംരക്ഷണം അവനിലേൽപ്പിക്കണം. അതെ, രോഗം വരുമ്പോൾ ആ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുവിനോടാണ്. വിപത്തുകൾ വരുമ്പോൾ ആ വിപത്തിനെ തട്ടി നീക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആ അല്ലാഹുവിനോടാണ്. പ്രയാസങ്ങൾ വരുമ്പോൾ പ്രയാസം ദൂരീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആ അല്ലാഹുവിനോടാണ്. അങ്ങനെ എല്ലാവിധത്തിലുള്ള സംരക്ഷണത്തിനും നാം ആവശ്യപ്പെടേണ്ടത് ആ അല്ലാഹുവിനോടാണ്. അല്ലാഹുവിനോട് ആവശ്യപ്പെടുമ്പോൾ അവന്റെ മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കും. കാരണം എന്താണെന്നറിയോ? നമ്മൾ ഏത് പാതിരക്ക് വിളിച്ചാലും പഠിച്ചവൻ ഉറങ്ങലില്ല. അല്ലാത്ത വേറെ ആരെ വിളിച്ചാലും ഉറങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കണം. അല്ല, പഠിച്ചവൻ ഇപ്പൊ എവിടെയോ പോയിട്ട് വന്ന് ക്ഷീണിച്ച് കുത്തിരിക്കാണോ? അത് നോക്കേണ്ടതില്ല. അല്ല, ഭക്ഷണം കഴിച്ചതിന് ശേഷം തൂങ്ങി ഉറങ്ങുന്നുണ്ടോ? അത് ശ്രദ്ധിക്കേണ്ടതില്ല. കാരണം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. അല്ലാഹു എന്ന് പറഞ്ഞാൽ അവനല്ലാതെ ആരാധ്യനില്ല. അൽ ഹയ്യ്, അവൻ ജീവനുള്ളവനാണ്, അഥവാ നിത്യജീവനുള്ളവനാണ്. അൽ ഖയ്യൂം, ലോകങ്ങളെ മുഴുവനും നിയന്ത്രിക്കുന്നവനാണ്. അങ്ങനത്തെ രക്ഷിതാവ് മാത്രമാകുന്നു ആരാധ്യൻ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധ്യനില്ല. ഏതാണ് അല്ലാഹു? ഏതാണ് ആരാധ്യൻ? അവൻ നിത്യജീവനുള്ളവനാണ്, ലോകത്തിന്റെ നിയന്ത്രണങ്ങളുള്ളവനാണ്. ലാ തഅഖുദുഹു സിനത്തുൻ, അവന് തൂക്കിയുറക്കമുണ്ടാവില്ല. വലാ നൗമുൻ, ഉറക്കവും ഉണ്ടാവൂല പഠിച്ചവന്. പഠിച്ചവൻ ഉറങ്ങിപ്പോയോ എന്ന് അന്വേഷിച്ചതിന് ശേഷം കാര്യം ചോദിക്കേണ്ടത് പറയേണ്ടതില്ല. പഠിച്ചവൻ ക്ഷീണുണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം കാര്യം പറയേണ്ടതില്ല. ലോകത്തിലുള്ള ഏത് മനുഷ്യനും, ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠവാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും ക്ഷീണമുണ്ട്, ഉറക്കമുണ്ട്, മറതിയുണ്ട്, എല്ലാവിധ മനുഷ്യ സഹജമായ കാര്യങ്ങളും ഉണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്. ഇതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞപ്പോ അതിനിടയ്ക്ക് പറഞ്ഞു പോയതാണ്. ഒരു കാര്യം അതിലോ തിരുത്തേണ്ടി വന്നു. എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് സാധാരണ ഒരു മനുഷ്യനാകുന്നു എന്ന് പറയുമ്പോൾ ഇത് വലിയൊരു പാതകമായിട്ട് കാണുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മനുഷ്യനെന്ന് ഉപയോഗിക്കാൻ തന്നെ പാടില്ല എന്ന് ശഠിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗം നമ്മുടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യത്വ വിഷയത്തിൽ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. നബി ജനിച്ചത്
ഒരു പിതാവിന്റെയും മാതാവിന്റെയും മകനായിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു, മലമൂത്ര വിസർജനം ചെയ്യാറുണ്ടായിരുന്നു, ഉറങ്ങാറുണ്ടായിരുന്നു, ക്ഷീണമുണ്ടായിരുന്നു, നബിയുടെ ദേഹത്ത് വെട്ടിയാൽ മുറിയാറുണ്ടായിരുന്നു, കുത്തിയാൽ തുളയാറുണ്ടായിരുന്നു. നിങ്ങൾക്കറിയില്ലേ, ഉഹദില് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ലൊന്ന് ഷഹീദായി എന്ന് പറഞ്ഞാൽ പല്ലൊന്ന് പൊട്ടിപ്പോയി എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിളിന് മുറി വന്നു. അതിന്റെ അർത്ഥം നബി പ്രവാചകനല്ല എന്നല്ല, നബിക്ക് ഇസ്മത്തില്ല എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്മത്തുള്ള അഥവാ മഹാപാപങ്ങള് ആ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഏതെങ്കിലും തെറ്റുകളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിന്തിക്കാൻ ഇടവന്നാൽ ഉടനെ അല്ലാഹു തആല തിരുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തെറ്റുകളിൽ നിലകറിയാവുകയില്ല. ചെറുതും വലുതുമായ യാതൊരു തെറ്റിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലകറിയാവുകയില്ല. അങ്ങനത്തെ പ്രവാചകനാണ്. പക്ഷേ നബി മനുഷ്യനാണ്. മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെയും അനുയായികൾക്കുണ്ടായിരുന്ന ഒരു അന്ധവിശ്വാസമായിരുന്നു, പ്രവാചകനാണെങ്കിൽ മനുഷ്യനാവാൻ പാടില്ല. നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളുടെയും സ്വഭാവം തന്നെ. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, വമാ മനഅന്നാസ അൻ യുഅ്മിനൂ ഇദ് ജാഅഹുമുൽ ഹുദാ ഇല്ലാ അൻ ഖാലൂ അബഅസല്ലാഹു ബശറർ റസൂലാ. സൂറത്ത് ഇസ്രായിൽ അല്ലാഹു പറഞ്ഞു, വമാ മനഅന്നാസ അൻ യുഅ്മിനൂ ഇദ് ജാഅഹുമുൽ ഹുദാ. മനുഷ്യർക്ക് സന്മാർഗ സന്ദേശം വന്നപ്പോൾ അത് സ്വീകരിക്കുന്നതിൽ നിന്നും അവനെ തടഞ്ഞിട്ടില്ല. എന്ത്? ഇല്ല അൻകാലു, അവർ പറയലല്ലാതെ റസൂല, അല്ല പടച്ചോനിപ്പോ ഒരു മനുഷ്യനെയാ റസൂലായിട്ട് അയച്ചത്. ഇയാളും മനുഷ്യൻ നമ്മളെ പോലൊക്കെ തന്നെയല്ലേ? പടച്ചോൻ എന്തൊരു ചോന. അല്ലാഹു തആല പറയാണ്, കുല്ലൗകാന ഫിൽ അർളി മലായികത്തുൻ യൻസൂന മുത്മയിന്നീൻ തനസ്സൽനാ അലൈഹിം മിനസ് സമാഇ മലക്കർ റസൂലാ. ഭൂമിയിൽ ഇങ്ങനെ അടങ്ങി ഒടുങ്ങി താമസിക്കുന്നത്, മനുഷ്യരെ പോലെ താമസിച്ചുകൊണ്ടിരിക്കുന്നത് മലക്കുകളായിരുന്നെങ്കിൽ ഞാനൊരു മലക്കിനെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്, റസൂലായിട്ട് അയച്ചത്. ഇപ്പം മനുഷ്യരാണല്ലോ, അതുകൊണ്ട് മനുഷ്യരിൽ നിന്ന് തന്നെ റസൂലാക്കുന്നു. ഈ പഠിച്ചവന് മലക്കിന് റസൂലായിട്ട് അയച്ചു നിൽക്കുക, എന്നാ ഈ കൗമ് സമ്മതിക്കോ? അല്ലാഹു തആല പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാണിന് ചാണായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചലനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീക്കങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടക്കങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ആ പ്രവാചകനെ പിൻപറ്റണമെന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ നിർദ്ദേശിച്ചു. അല്ലാഹു പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, മൂപ്പര് മലക്കാ, നമ്മൾ മനുഷ്യനാണ് എന്ന് പറയുന്ന മനുഷ്യൻ. അള്ള ഒരു മലക്കിനാണ് അയച്ചു നിൽക്കുക. മലക്കിന് എന്തില്ല? മലക്കിന് ചോറ് കഴിക്കണ്ട, ചായ കുടിക്കണ്ട, ക്ഷീണല്ല, ഉറക്കല്ല, ആലസ്യല്ല, ഒന്നുമില്ല. അങ്ങനത്തെ ആയി മലക്കായിട്ട് വന്നിട്ട് നിങ്ങൾ ഓരോ പിൻപറ്റി ജീവിക്കണം എന്ന് പറഞ്ഞാൽ എന്താ പറയാ? അത് വേറെ ആളാക്കണോ? അപ്പൊ ഞങ്ങൾക്ക് തിന്നാനുണ്ട്, കുടിക്കാനുണ്ട്, ഭാര്യ ഭർത്തൃ ജീവിതമുണ്ട്, ക്ഷീണമുണ്ട്, ഉറക്കുണ്ട്, ഇയാൾക്ക് ഇതൊന്നുമില്ല, അതുപോലെ നമുക്ക് കിടക്കാൻ പറ്റുമോ? അവ പഠിച്ചാനെല്ലാം അങ്ങോട്ട് എടുക്കൂലേ? അതാണല്ലോ പറഞ്ഞത്. നിങ്ങൾ മനുഷ്യരെന്നായതുകൊണ്ടാണ് മനുഷ്യരായ ഒരു പ്രവാചകനെ അയച്ചിരിക്കുന്നത്. അത് തെറ്റല്ല, മനുഷ്യനാണെന്ന് പറയലാണ് അല്ലാഹു തആല പല സ്ഥലങ്ങളിലും പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചത്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. സൂറത്ത് ജുമഅയിൽ അല്ലാഹു പറഞ്ഞു, അക്ഷരജ്ഞാനമില്ലാത്ത ജനതയിൽ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ അല്ലാഹു തആല ഉണ്ടാക്കി, ബഷീർ പ്രവാചകനായിട്ട് അയച്ചതാണ്. അപ്പോ മനുഷ്യരിൽ നിന്ന് തന്നെയാണ് അല്ലാഹു തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി നിയോഗിച്ചത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത ലോകത്ത് മറ്റാർക്കും ഇല്ലാത്ത പ്രത്യേകത, നബിയുടെ ശേഷം ആർക്കും ഉണ്ടായിട്ടില്ല. അതെന്താണ്? യുഹാ ഇലൈഹി. അത് തന്നെ പോലെ നബിക്ക് അള്ളാഹുവിന്റെ സന്ദേശം വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നേരിട്ട് വന്ന് പഠിച്ചവൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ജീവിതത്തിൽ എത്ര പ്രാവശ്യം, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രാവശ്യം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുത്ത് പാപം വരാത്ത ഒരു പ്രവാചകനായി നിലക്കൊള്ളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അതിന്റെ അർത്ഥം നബി മനുഷ്യനല്ല എന്നല്ല, മനുഷ്യനാണ്. മനുഷ്യനായതുകൊണ്ടാണ് ആ പ്രവാചകനെ പിന്തുടർന്ന് ജീവിക്കാൻ വേണ്ടി പറഞ്ഞത്. അതുകൊണ്ട് നബി മനുഷ്യനാണെന്ന് പറഞ്ഞത് പിന്നെ കേവലം നമ്മൾ ചില ആളുകൾ കൂട്ടിച്ചേർക്കാറുണ്ട്. ശരിയല്ല, നമ്മളെപ്പോഴത്തെ കേവലല്ല, പ്രത്യേകത ഉണ്ട്. അതാണ് പ്രവാചകൻ എന്ന് പറഞ്ഞ പ്രത്യേകത. കേവലം എന്ന് പറഞ്ഞാൽ നമ്മളെ വകകളല്ല, ചില ആളുകൾ അതിൽ കൂട്ടിച്ചേർക്കുന്ന. ഞാൻ പറഞ്ഞു വന്നതാണ്, അല്ലാഹു തആല നമ്മെ സൃഷ്ടിച്ചതിനേക്കാൾ ഏറ്റവും വലിയത് ആ പ്രവാചകനെ അയച്ചുകൊണ്ട് നമുക്കെന്താക്കി? ഹിദായത്ത് കാണിച്ചു. ഈ ഹിദായത്ത്
സ്വീകരിക്കാമെന്ന് നമ്മൾ അള്ളാഹുവിനോട് പറഞ്ഞു. റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു ആകുന്നു, ഞങ്ങളുടെ സംരക്ഷകൻ അല്ലാഹു ആകുന്നു എന്ന് പറഞ്ഞു. സുമ്മസ്തഖാമു, പിന്നീട് അവരെന്തായി? ചൊവ്വായിരുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അള്ളാഹുവാണെന്ന് അംഗീകരിക്കേണ്ടത് എങ്ങനെയാണ്? ഓരോ നിർദ്ദേശങ്ങളും അതിന്റെ ഗൗരവത്തിൽ സ്വീകരിച്ചുകൊണ്ടാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ ദൈവമാകാനുള്ള നിബന്ധനകൾ യോജിച്ച മറ്റൊരു ശക്തിയും ഈ ലോകത്തിലില്ല. നമ്മൾ ചിലപ്പോൾ പാതിരക്ക് വിളിച്ചാൽ ഉറങ്ങായിരിക്കും നമ്മളെ ആള്. അല്ലാഹ് ആ സ്വഭാവമല്ല. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലുള്ള സാധനമൊക്കെ അല്ലാഹുള്ളതാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹിനെ നമ്മൾ ആരാധിക്കുന്നത് എന്തോ ചില കാര്യം സാധിക്കാനല്ലേ. അള്ളാഹുവിനെ എന്തിനാണ് ആരാധിക്കുന്നത്? അള്ളാഹുവിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടണം, ശിക്ഷയിൽ നിന്നും മുക്തമാകണം, നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിക്കണം എന്ന് വിചാരിച്ചിട്ടല്ലേ. അത് തരാൻ കഴിവുള്ളവൻ ആരെയുള്ളൂ ലോകത്ത്? അള്ളാഹുക്കാരെ മാത്രം. ലോകത്തിന്റെ മുഴുവനും നിയന്ത്രണമുള്ള, ഏത് സമയത്ത് വിളിച്ചാലും ഒരേ പ്രകാരം ശ്രദ്ധിക്കാൻ കഴിയുന്ന മലിക്കുൽ ജബ്ബാറായ രക്ഷിതാവ്. അവൻ ഉറക്കമില്ല, ആലസ്യമില്ല. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള മുഴുവനും അവനുള്ളതാണ്. പിന്നെ ചില ആളുകൾ അല്ലാത്ത ആളുകൾ ആരാധിച്ചിരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി വന്നപ്പോ അവര് പറഞ്ഞത് എന്തായിരുന്നു അറിയോ? ഞങ്ങൾ ഇതൊന്നും ദൈവങ്ങളാണ് വിചാരിച്ച് ആരാധിക്കുന്നതല്ല, ഞങ്ങൾ ഈ ആരാധിക്കുന്ന ആളുകളൊന്നും ദൈവങ്ങളാണ്, ഞങ്ങൾക്ക് സൃഷ്ടാവാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഞങ്ങൾ ഇതിനെ ആരാധിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ അള്ളാഹിന്റെ അടുക്കൽ സാമീപ്യമുള്ള ആളുകളാണ്, പടച്ചവനായിട്ട് വളരെ അടുപ്പുള്ള ആളുകളാണ്. നമ്മളൊക്കെ വളരെ ദൂരെയാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഇവരെ ആരാധിച്ചാൽ ഇവര് അള്ളാഹിനോട് പറഞ്ഞിട്ട് നമ്മളെ കാര്യങ്ങൾ നേടിത്തരും. ഏതുപോലെയെന്ന് ചോദിച്ചാൽ ഒരു കാര്യസ്ഥൻ മുതലാളിയിൽ നിന്ന് കാര്യങ്ങൾ നേടിത്തരുന്ന പോലെ. അതിനുത്തരം പറയാണ് അള്ളാഹു. മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. അള്ളാഹുവിന്റെ അനുമതി കിട്ടാതെ അള്ളാഹിന്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നവൻ ആരാണ്ടോ? നിങ്ങൾ ഈ പറയുന്ന ആളുകളൊക്കെ അള്ളാഹിന്റെ അടുത്ത് അനുമതി കിട്ടിയാന്നുള്ളതിന് വല്ല തെളിവുണ്ട് നിങ്ങളെടുത്ത്? തന്നെയല്ല, അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യാന്ന് പറഞ്ഞ പ്രശ്നം യഥാർത്ഥത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ശുപാർശ അവിടെ ഉദിക്കുന്നേയല്ല. എന്താന്ന് വെച്ചാല് ഒരാളെടുത്ത് ശുപാർശ ചെയ്യല് ഒരു വലിയ മലയാളിന്റെ അടുത്ത് ചെല്ലിയിട്ട് ഒരാൾ പറയാണ്, മലയാളി ഈ ആള് എനിക്ക് വളരെ കാലം പരിചയമുള്ളവനാണ്, വളരെ സത്യസന്ധനാണ്, ഒരു വലിയ കച്ചവടക്കാരനായി, ഇപ്പൊ പൊളിഞ്ഞു വരാം, ഒരു കുട്ടിനെ കെട്ടിക്കാനുണ്ട്, ഒരു 10 റുപ്യ കടം കൊടുക്കണം, അതിന് ഓൻ എന്താ വേണ്ടത് ലക്ഷ്യം തരാം, 1-2 കൊല്ലം കൊണ്ട് ഓൻ അങ്ങോട്ട് തരും, അല്ലെങ്കിൽ ഓൻ 6 മാസം കഴിഞ്ഞിട്ട് എന്ന പൈസ കിട്ടാനുണ്ട് ഓൻ അങ്ങോട്ട് തരും, എനിക്ക് വളരെ പരിചയമുള്ളതാണ്, സത്യസന്ധനാണ്, കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇവൻ കള്ളനാണെങ്കിലും മുതലാളിക്ക് മനസ്സിലാവൂല. കാരണം കാര്യസ്ഥം പറഞ്ഞതേ മൂപ്പർക്ക് അറിയുള്ളൂ, മറ്റവനെ സംബന്ധിച്ച് ഒരു വിവരമില്ല. മുതലാളിയെ കുത്തുന്നു വരും. എന്നാ ഇതുപോലെ പടച്ചവന്റെ അടുത്ത് എഴുതിയിട്ട് ഒരാള് പറയാ, പടച്ചവനെ ഇയാള് എന്റെ ആളാണ്, വളരെ നല്ല ആളാ പടച്ചവനെ, എനിക്ക് തിരിഞ്ഞുവിടായിട്ടാ, എനിക്ക് അറിയായിട്ടാ, അതുകൊണ്ട് ആ കാര്യം സാധിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞാൽ പടച്ചോന് വിവരമില്ലാത്തവനല്ല. എന്റെ ഈ ശുപാർശ പോലെ അവർക്കറിയില്ല തന്നെ, അവർക്ക് സൂക്ഷ്മമായിട്ട് അറിയില്ല തന്നെ, അള്ളാഹുവിന്റെ വിജ്ഞാനത്തിൽ നിന്നൊന്നും തന്നെ ഇല്ലാ ബിമാശ ഉദ്ദേശിച്ചല്ലാതെ പടച്ചവൻ അറിയിക്കാന്നല്ലാതെ അള്ളാന്റെ പ്രവാചകന്മാർക്ക് പോലും അള്ളാനെ ഇരുന്നില്ല. അതുകൊണ്ട് നിങ്ങളാ വിചാരിക്കുന്ന മാതിരി ചെപ്പടിയൊന്നും അള്ളാന്റെ അടുത്ത് നടക്കൂല. വേറൊരു ധാരണ ഉള്ളതെന്നാണ് അറിയാം. സാധാരണക്കാരനെ ശരിയാക്കലാണല്ലോ ഇബ്ലീസിന്റെ പണി. മൂപ്പര് പറഞ്ഞ് അള്ളാനെയും അള്ളാന്റെ സൃഷ്ടികളെയും കൂടി ഒരു രാജാവും പ്രജയായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, പടച്ചവനെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയോ, ഒരു രാജാവ്. ഉദാഹരണം ഇപ്പൊ മംലക്ക സഊദിൽ അറബിയ, സഊദി അറേബ്യയിലെ ഫഹദ് രാജാവ്, മദീനത്തിനൊരു അമീർ, മക്കത്തിന് വേറൊരു അമീർ, റിയാദിന് വേറൊരു അമീർ, തബൂക്കിന് വേറൊരു അമീർ, പിന്നെ ദമാമിന് വേറൊരു അമീർ, ഇങ്ങനെ അമീർമാരെ സ്വീകരിച്ചുകൊണ്ട് ഭരണം നടത്തുന്നില്ലേ? ഇതുപോലെ പടച്ചവന് ഓരോ കാര്യത്തിനും ഓരോ പ്രദേശത്തേക്ക് ഒരാളെ എന്താക്കാണ്, അധികാരം കൊടുത്തുകൊണ്ട് നിശ്ചയിക്കുകയാണ്. അതിനാണ് വലി ഈ ഔലിയാന്നൊക്കെ പറയുന്നത്. അപ്പൊ അവര് പറഞ്ഞ് എന്താക്കും, പടച്ചവൻ എന്തിനാണ് നിശ്ചയിക്കുന്നത് വെച്ചാൽ പടച്ചവൻ എല്ലാ സ്ഥലത്തേക്കും, അല്ല ഈ ഫഹദ് രാജാവിന് എല്ലാ സ്ഥലത്തും ഒരുപോലെ ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അമീർ നിശ്ചയിക്കുന്ന പോലെ പടച്ചവൻ എല്ലാ സ്ഥലത്തും ഒരേ സമയത്ത് ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് അതല്ല പറഞ്ഞ്
അതൊന്നും പഠിച്ചവന് ആവശ്യമില്ല. കുറിച്ച് വല്ലാറുണ്ട്. അവന്റെ അധികാര സിംഹാസനം ആകാശഭൂമികൾക്ക് വിശാലമാണ്. ആകാശങ്ങളെയും ഭൂമിയെയും സൂക്ഷിക്കുക എന്നത് അല്ലാഹുവിന് പ്രയാസമുള്ള കാര്യമല്ല. ഫഹദ് രാജാവിന് റിയാദിൽ നിന്നിട്ട് കൃത്യമായിട്ട് മക്കം ഭരിക്കാൻ പ്രയാസമുള്ള പോലെ പടച്ച തമ്പുരാന് അർഹിലിരുന്നിട്ട് ലോകം ഭരിക്കാൻ പ്രയാസമുണ്ടെന്ന് മനസ്സിലാക്കുന്ന മനുഷ്യ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ അവർ മനസ്സിലാക്കിയില്ല. അങ്ങനെ മനസ്സിലാക്കരുത്. നിങ്ങൾ മനസ്സിലാക്കുന്നതിൽ നിന്ന് പടച്ച തമ്പുരാൻ ഉന്നതനാണ്, അവൻ മഹാനുമാണ്. അപ്പൊ അത്രയും മഹാനായ റഹ്മാനായ റബ്ബിനെ സംബന്ധിച്ച് രക്ഷിതാവാണെന്ന് അംഗീകരിച്ചിട്ട് ഇവിടത്തെ ഒരു സ്പോൺസറെ ഗവൺമെന്റിന്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്ന പോലെ അംഗീകരിച്ച് പോയത് കൊണ്ട് കാര്യമായില്ല. പിന്നെന്ത് വേണം? ആ റബ്ബിന്റെ ഓരോ നിർദ്ദേശങ്ങളെയും അതിന്റേതായ ഗൗരവത്തിൽ കണക്കിലെടുക്കേണ്ടതുണ്ട്. അപ്പോഴേ സത്യത്തിൽ നാം ആ റബ്ബിനെ റബ്ബായിട്ട് അംഗീകരിക്കുന്നുള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നെല്ലാം, നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് കടന്നെല്ലാം പടച്ചോനെ റബ്ബായിട്ട് അംഗീകരിച്ചുകൊണ്ടാണോ നമ്മുടെ എല്ലാ നീക്കങ്ങളും? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് പറഞ്ഞൊക്കെ ശരി തന്നെയാ. പറഞ്ഞെന്താണ്? അല്ലാഹു തആല അല്ലാതെ ആരാധ്യനില്ല എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അഷ്ഹദു എന്ന് പറഞ്ഞാൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കുക. പഠിച്ചോന് ഒരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് അവിടെ ജോലി ചെയ്തിരുന്ന അല്ലെങ്കിൽ അവിടെ പഠിച്ചിരുന്ന ആൾക്ക് അഷ്ഹദു ബി അന്നല്ലാഹ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് കൊടുക്കലുണ്ട്. എന്താണ്? ഇവനെ സംബന്ധിച്ച് അവൻ നല്ല സ്വഭാവക്കാരനാണ്, നല്ല ശീലക്കാരനാണ്, നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, അല്ലെങ്കിൽ ജോലിയിൽ വളരെ കൃത്യനിഷ്ഠയുള്ളവനാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പോലെ, അത് കോണ്ടന്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പോലെ പടച്ചോനെ നീ അല്ലാതെ ആരാധനില്ല എന്ന് ഞാൻ സർട്ടിഫിക്കറ്റ് എടുത്തുന്നാ പറയുന്നത്. അല്ല, ഞാൻ സാക്ഷിയാണ്. അഷ്ഹദു, ഞാൻ സാക്ഷിയാണ്. എന്നെ നിങ്ങൾ നോക്കിയാൽ, എന്റെ ജീവിതത്തിന്റെ ചലനങ്ങൾ ശ്രദ്ധിച്ചാൽ, എന്റെ കർമ്മങ്ങൾ ശ്രദ്ധിച്ചാൽ, എന്റെ സംസാരവും എന്റെ സ്വഭാവവും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും ഞാൻ പറയാതെ തന്നെ ഞാൻ അല്ലാഹുവല്ലാതെ ആരാധനില്ല എന്ന് സമ്മതിച്ചവനാകുന്നു എന്ന്. പ്രാർത്ഥനകൾ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ, ആരാധനകൾ അല്ലാഹുവിന് മാത്രമേ അർപ്പിക്കൂ, നേർച്ചകൾ അല്ലാഹുവിന് മാത്രമേ അർപ്പിക്കൂ, അപകടഘട്ടങ്ങളിൽ അല്ലാഹുവിനെ മാത്രമേ വിളിക്കൂ. അതേ പ്രകാരം തന്നെ ഏത് ഉള്ളിന്റെ ഉള്ളിൽ വെച്ചും തെറ്റുകൾ ചെയ്യുമ്പോൾ ഇതാരും കാണുകയില്ല എന്ന് എനിക്കറിയാമെങ്കിലും പിതാവായ രക്ഷിതാവ് കാണുന്നു എന്ന ബോധം അവനെ നിയന്ത്രിക്കും. അങ്ങനെ മലിക്കുൽ ജബ്ബാറായ രക്ഷിതാവിന്റെ ശ്രദ്ധയിൽ നിന്നും മാറി നിന്നുകൊണ്ട്, അവന്റെ ഇൽമിൽ നിന്നും മാറി നിന്നുകൊണ്ട്, അവന്റെ കാഴ്ചയിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഒരു ചലനം ഇവിടെ ചലിക്കാൻ ലോകത്തിലുള്ള യാതൊരു ജീവിക്കും സാധിക്കില്ല, യാതൊരു വസ്തുവിനും സാധിക്കില്ല. അത്രയും ആലിമാണ് റഹ്മാനായ റബ്ബെന്നാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. അങ്ങനത്തെ പടച്ച തമ്പുരാനാണ് എന്റെ രക്ഷിതാവ്. ആ രക്ഷിതാവിനെ സമ്മതിക്കുമ്പോൾ എവിടെ വെച്ചിട്ടും തെറ്റുകൾ ചെയ്യാൻ മനുഷ്യൻ സാധിക്കില്ല. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതിക്കും വരീഷ വലിബാസുത് തഖ്വാ ദാലിക ഖൈർ. മനുഷ്യരെ, ആദമിന്റെ സന്തതികളെ, നിങ്ങൾക്ക് ഞാൻ വസ്ത്രങ്ങൾ ഇറക്കി തന്നിരിക്കുന്നു. നിങ്ങൾക്ക് നഗ്നത മറയ്ക്കാനുള്ള വസ്ത്രങ്ങളും അലങ്കാര വസ്ത്രങ്ങളും നൽകിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾക്കൊന്ന് കേൾക്കണമോ? വലിബാസുത് തഖ്വാ ദാലിക ഖൈർ. ലിബാസുത് തഖ്വാ എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ വസ്ത്രം. എന്താ ഭക്തി വസ്ത്രമാകുന്നത്? വസ്ത്രം എന്ന് പറഞ്ഞാൽ സാധാരണ നഗ്നത മറയ്ക്കാൻ, കാണാൻ കൊള്ളാത്ത ഭാഗങ്ങൾ മറയ്ക്കാൻ, കാണണ്ട എന്ന് നമ്മൾ വിചാരിക്കുന്ന ഭാഗങ്ങൾ മറയ്ക്കാനാണല്ലോ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. എന്നാൽ കാണരുതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന പ്രവർത്തനങ്ങൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വസ്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അവിടെ നിങ്ങൾ തഖ്വ ഉപയോഗിക്കണം. എന്ന് പറഞ്ഞാൽ കാണാതിരിക്കണമെങ്കിൽ, തഖ്വ കൊണ്ട് മറയ്ക്കണമെങ്കിൽ അത് ചെയ്യാതിരിക്കലാണ് അതിന്റെ തഖ്വ കൊണ്ടുള്ള മറ. ഉദാഹരണമായിട്ട് ഭിത്തികൾക്കുള്ളിൽ നിന്ന് ഇരുട്ടിന്റെ സാന്നിധ്യത്തോടുകൂടി തെറ്റ് ചെയ്യുമ്പോൾ ഇരുട്ടും ഭിത്തിയും നമുക്ക് മറവായി നിൽക്കും. അല്ല, ഇരുട്ടില്ല എങ്കിൽ ഭിത്തി തന്നെ നമുക്ക് മറവായി നിൽക്കും. അല്ലെങ്കിൽ വിജനമായ ഒരു സ്ഥലത്ത് വെച്ചിട്ട് തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആരും അത് കണ്ടില്ല എന്ന് വരും. അതുകൊണ്ടത് മറഞ്ഞു എന്ന് നാം മനസ്സിലാക്കിക്കൂടാ. കാരണം അള്ളാഹുവിന്റെ മുമ്പിൽ പച്ചയായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു ആ രക്ഷിതാവ്. കൃത്യമായും വൃത്തിയായും നാം കാണുന്നതിനേക്കാൾ, നാം മനസ്സിലാക്കുന്നതിനേക്കാൾ സൂക്ഷ്മമായും വ്യക്തമായും ആ റബ്ബ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു.
ആ റബ്ബിനെ സംബന്ധിച്ചോർക്കുമ്പോൾ അവന് തെറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ലാ യസ്നി സാനി ഹീന യസ്നി ഫഹുവ മുഅ്മിനുൻ വലാ യസ്രിഖു സാരിഖ് ഹീന യസ്രിഖു ഫഹുവ മുഅ്മിനുൻ. ഒരു വ്യഭിചരിക്കുന്നവൻ വ്യഭിചരിക്കുകയില്ല, വ്യഭിചരിക്കുമ്പോൾ അവൻ മുഅ്മിനാണ് എന്ന നിലക്ക് ഈമാനുള്ള സമയത്ത് വ്യഭിചരിക്കാൻ സാധിക്കില്ല. വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു ഫഹുവ മുഅ്മിനുൻ. ഒരു മുഅ്മിനായിക്കൊണ്ട് ഒരു മനുഷ്യന് കക്കാൻ സാധിക്കില്ല. കാരണം മുഅ്മിനായിക്കൊണ്ട് കക്കുക എന്ന് പറഞ്ഞാൽ, മുഅ്മിനായിക്കൊണ്ട് വ്യഭിചരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, അല്ലാഹുൽ ഗയൂബായ രക്ഷിതാവിൽ വിശ്വസിക്കുന്നു. ആ രക്ഷിതാവ് കൃത്യമായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. എങ്ങനെ ലജ്ജ സമ്മതിക്കും ആ റബ്ബിന്റെ മുമ്പിൽ നിന്ന്? ആ രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ നിന്ന് ഈ വൃത്തികേട് ചെയ്യാൻ എങ്ങനെ ലജ്ജ സമ്മതിക്കും? അപ്പോഴെന്താകും അവരിൽ നിന്ന് വിശ്വാസം അങ്ങോട്ട് അകന്നു നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ തിരിച്ചു കൊടുക്കും, അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കൂല. അപ്പോ ആ രക്ഷിതാവിനെ സംബന്ധിച്ചാണ് നമ്മൾ, ആ റബ്ബിനെ സംബന്ധിച്ചാണ് നാം രക്ഷിതാവ് എന്നൊക്കെ പറയുന്നത്. ആ രക്ഷിതാവാണെന്ന് നാം അംഗീകരിക്കണമെങ്കിൽ അതിന്റെ ഗൗരവത്തോടുകൂടി ആ റബ്ബിനെ നമ്മൾ മനസ്സിലാക്കുകയും പരിഗണിക്കുകയും ചെയ്യണം. ആ രക്ഷിതാവിന്റെ ഉത്തരവുകൾ ഓരോന്നും ഒരു അള്ളാഹു, ഒരു ആരാധ്യന്റെ ഉത്തരവായി കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം സത്യത്തിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നീങ്ങാറാണ് പതിവ്. നാവ് കൊണ്ട് നമ്മൾ പറയും മുസ്ലിമാണെന്നല്ലേ ഇപ്പം പറയല്, നമ്മളൊക്കെ മുസ്ലിമാണ് എന്നല്ല പറയല്. മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? അർപ്പിച്ചവൻ, ജീവിതം മുഴുവനും ആ റബ്ബിന് അർപ്പിച്ചവൻ എന്നാണ് മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം. നമ്മൾ എന്താ അർപ്പിച്ചത്? നമ്മൾ ധർമ്മം കൊടുക്കുന്ന മാതിരി തന്നെ അല്ലേ അള്ളാഹും കൊടുക്കല്? ധർമ്മം കൊടുക്കൽ എന്താ? ഒന്നിനും കൊള്ളരുതാത്ത, ഒരു വിലക്കാത്തതല്ലേ? നമ്മിൽ പലരും, എല്ലാവരും എന്നല്ല പറയുന്നത്. ഒരു സാധു വന്നിട്ട് അടുത്ത വീട്ടുകാരനാണ്, പെണ്ണുങ്ങളെടുത്ത് വന്ന് പറഞ്ഞ് എനിക്ക് നിസ്കരിക്കും കൊടുക്കാൻ അങ്ങനെയുള്ളവർക്ക് തുണിയില്ല, ഒരു തുണി പഴയതെങ്ങാണ്ടെങ്കിലും തരാൻ പറയും. എന്നാൽ ഓൻ പിന്നെ തെരഞ്ഞു നോക്കിയിട്ട് അവിടേക്ക് ഇനി ഉടുക്കാൻ പറ്റാതെ തുണി ഏതുകൊണ്ടോ അത് അല്ലേ? അങ്ങനെ നമ്മൾ ധർമ്മം കൊടുക്കല്. ഇതുപോലെ തന്നെ പഠിച്ചോന് ഇവന്റെ ജോലിയും ഇവന്റെ സമ്പാദ്യം ഒക്കെ കഴിഞ്ഞിട്ട് വല്ല സമയം ഒഴിവുണ്ടെങ്കിൽ ഒന്ന് പഠിക്കാനും, ഈ അടുത്ത പരക്കാരന് തുണി ധർമ്മം ചെയ്യുന്ന പോലെ തന്നെ ഒഴിഞ്ഞ സമയം ഉണ്ടെങ്കിൽ പഠിച്ചവന് ഒന്നിനും കൊള്ളരുതാത്ത സമയം ഉണ്ടെങ്കിൽ ഇങ്ങനെ പഠിച്ചവനെ കണക്കിലെടുത്താൽ പോരല്ലോ. റബ്ബാണെന്ന നിലക്ക് കണക്കിലെടുക്കുമ്പോൾ, മുസ്ലിമാണെന്നുള്ള നിലക്ക് കണക്കിലെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവായി അള്ളാഹുവിന്റെ ഉത്തരവ് നാം സ്വീകരിക്കണം. അതിന് ശേഷമേ നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ സമ്പാദ്യങ്ങളും നമ്മുടെ മറ്റു കാര്യങ്ങളും എല്ലാം നമുക്ക് കണക്കിലെടുത്തുകൂടൂ. അതിന്റെ ശേഷം, അള്ളാഹുവിന്റെ ആജ്ഞയുടെ ശേഷം. അങ്ങനെ തന്നെയാണോ? അപ്പോ നോക്കി ഓരോരുത്തരും നിങ്ങളെ മനസ്സിൽ ചിന്തിച്ചു നോക്കി, മനസാക്ഷിയോട് ചോദിച്ചു നോക്കൂ, ഇതാണോ എന്റെ ജീവിതത്തിന്റെ സ്വഭാവമെന്ന്? അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ ഞാൻ അത് ഒഴിവാക്കട്ടെ. എന്ത് ലാഭങ്ങൾ നഷ്ടപ്പെട്ടിരുന്നാലും ശരി, എന്ത് ഖേദം വന്നിരുന്നാലും ശരി, എന്ത് സുഖങ്ങൾ ഒഴിവായിരുന്നാലും ശരി, അള്ളാഹുവിന് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കുന്നു തോന്നാറുണ്ടോ? ഇല്ല. എന്നാൽ യഥാർത്ഥ സത്യവിശ്വാസികളുടെ സ്വഭാവം അതാണ്. അവനാണ് യഥാർത്ഥ മുസ്ലിം. നിങ്ങൾ ഓർക്കുന്നില്ലേ? മുസ്ലിമാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ رَبَّنَا وَاجْعَلْنَا مُسْلِمَيْنِ لَكَ وَمِنْ ذُرِّيَّتِنَا أُمَّةً مُسْلِمَةً لَكَ وَأَرِنَا مَنَاسِكَنَا وَتُبْ عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ. അല്ലാഹു തആല പറഞ്ഞു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോടും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും നിങ്ങൾ കഅബ പണിയണം. എന്നിട്ട് ആ മഹാന്മാര് കഅബത്തിന്റെ അസ്ഥിവാരം കെട്ടിപ്പൊക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാം, തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ റബ്ബേ, ഇത് നല്ല അമലായി സ്വീകരിക്കണേ. നീ കേൾവിയും അറിവുമുള്ളവനാണ് പടച്ചവനെ. ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കുന്നവനാണ്. ഞങ്ങളുടെ മനസ്സിലുള്ള ഞങ്ങളുടെ ആത്മാർത്ഥത നീ അറിയുന്നവനാണ് തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണേ. നോക്കിയ ആ പ്രാർത്ഥനയുടെ കോലം. അള്ള പറഞ്ഞിട്ട് അള്ള പറഞ്ഞ പോലെ കഅബ പണിയുമ്പോ അവര് പറയുന്നത് സ്വീകരിക്കണ റബ്ബേ. നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാല് അഞ്ചവത്ത് എങ്ങനെയെങ്കിലും കുത്തി ഒപ്പിച്ചാല് പഠിച്ചവനെ കണക്കും കഴിച്ച് ബാക്കി ഇങ്ങോട്ട് തരാനുണ്ട് എന്നാ നമ്മളെ ചിന്ത അല്ലേ? എന്നിട്ട് അവർ പറയാണ് റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്. പടച്ചവനെ,
ഞങ്ങളെ രണ്ടുപേരെയും നീ മുസ്ലിമാക്കണമേ തമ്പുരാനെ. മുസ്ലിമാക്കണം. ആരാ കാര്യത്തിനറിയോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മളൊക്കെ മുസ്ലിമാന്നുള്ള വിഷയത്തിൽ ആർക്കെങ്കിലും തർക്കണ്ടോ? ഇതൊന്ന് മുസ്ലിം ആകുമെന്ന് പറഞ്ഞാല് പടച്ച തമ്പുരാനെ. മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമല്ല. മാപ്പിള ആള് വളരെ എളുപ്പ. മുസ്ലിം ആയാലും എളുപ്പമുള്ള കാര്യമല്ല. സാധാരണ ഒരു നായരുടെ മകൻ നായരായി ജനിക്കപ്പെടുന്ന പോലെ, നമ്പൂതിരിയുടെ മകൻ നമ്പൂരിയായി ജനിക്കപ്പെടുന്ന പോലെ, ഒരു മജൂസിയുടെ മകൻ മജൂസിയായി ജനിക്കപ്പെടുന്ന പോലെ, ഒരു ക്രിസ്ത്യാനിയുടെ മകൻ ക്രിസ്ത്യാനിയായി ജനിക്കപ്പെടുന്ന പോലെ, ഒരു മുഹമ്മദിന്റെ മകനായി ജനിച്ചാൽ മാപ്പിളയായി തീരും, മുസ്ലിമായി തീരുമെന്നല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പിന്നെ ഏതുപോലെയെന്ന് ചോദിച്ചാൽ, ഡോക്ടറുടെ മകൻ ജനനം കൊണ്ട് മാത്രം ഡോക്ടർ ആവാത്ത പോലെ, എഞ്ചിനീയറുടെ മകൻ ജനനം കൊണ്ട് മാത്രം എഞ്ചിനീയർ ആവാത്ത പോലെ, ഒരു മുസ്ലിമിന്റെ മകൻ ജനനം കൊണ്ട് മാത്രം മുസ്ലിം ആവില്ല. കാരണം അവൻ ഉൾക്കൊള്ളേണ്ട, വ്യക്തികൾ ഉൾക്കൊള്ളേണ്ട വിശ്വാസങ്ങളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതാണ് ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം മകളോട് പോലും പറഞ്ഞത്. അതെ, ഫാത്തിമയോട് പറഞ്ഞത് അങ്ങനെയാണ്, മോളെ ഫാത്തിമ, മുഹമ്മദ് നബിയുടെ മകളാണ് ഞാനെന്ന ആ ധാരണയുമായിട്ട് പരലോകത്തേക്ക് വന്നാൽ അവിടെ രക്ഷയില്ല. മോളെ, നീ നിന്റെ ശരീരം നരകത്തിൽ നിന്നും കാത്തോളൂ. മുഹമ്മദ് നബിയുടെ മകളായതുകൊണ്ട് കാര്യമില്ല. അതെ, ആ ബർക്കത്ത് കൊണ്ടൊന്നും കാര്യമില്ല. നമ്മൾ ബർക്കത്തിന്റെ കല്യാണമല്ലേ നമുക്ക്. ഒരു തങ്ങളെ മോനായിട്ട് ജനിച്ചു, മോനൊരലിഫും പഠിച്ചിട്ടില്ല, ഞാനും ഇതല്ലേ ഇതൊരു ബർക്കത്ത്. എങ്ങനെയൊക്കെ ഒന്ന് മരിച്ചിട്ട് ചാറുണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ആളുകൾ എത്ര ഉണ്ടെന്ന് അറിയുന്നത്. ബർക്കത്തിന്റെ കല്യാണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന അങ്ങനല്ല. ഒരു മനുഷ്യൻ ജനിച്ചാൽ അവന് പ്രായപൂർത്തിയാകുന്നതോടുകൂടി അവന് ബാധ്യതകൾ വന്നു. അവൻ വിശ്വസിക്കേണ്ടത് വിശ്വസിക്കണം, അവൻ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ അവൻ ഉൾക്കൊള്ളണം. അല്ലാതെ ജനനം കൊണ്ട് മാത്രം മനുഷ്യനെന്താകുന്നില്ല, നല്ലവനാകുന്നില്ല. അതല്ലേ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ. നിങ്ങൾ ഓർമ്മല്ലേ, ജലപ്രളയം വന്നു, മുഅ്മിനുകളായ ആളുകളൊക്കെ ഉണ്ടാക്കി കപ്പലിൽ കയറ്റി. മകൻ കപ്പലിൽ കയറുന്നില്ല. യാ ബുനയ്യർകം മഅനാ വലാ തകും മഅൽ കാഫിരീൻ. മോനെ ബാടാ കുട്ടി, വേമ്പ വെള്ളം തരികയാണ്, ഇങ്ങോട്ട് പോര്. സാവിയില്ല ജബരി ഇപ്പൊ അങ്ങോട്ട് പോയിക്കോളൂ, ഞാനും മലമ കയറിക്കോളാം, ഞാനും മലമ കയറിക്കോളാം, ഞാൻ നിങ്ങളെ കപ്പലില്ലാന്ന് പറഞ്ഞു. അള്ളാഹുക്കാർ എന്താക്കി, അവരുടെ ഇടയില് സ്നേഹം കൊണ്ട് വിഷമുണ്ടാവാതിരിക്കാൻ വേണ്ടി തിരമാലകൾ കൊണ്ട് മറയിട്ടു. മകൻ എന്താക്കി, നശിച്ചു. കഴിഞ്ഞതിന് ശേഷം നൂഹ് നബി പറഞ്ഞു, ഇന്ന ബിനീ മിൻ അഹ്ലി വ ഇന്ന വഅദകൽ ഹഖ് വ അൻത അഹ്കമുൽ ഹാകിമീൻ. എന്റെ റഹ്മാനായ റബ്ബേ, നീ എന്റെ അഹ്ലിനെ രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് റബ്ബേ, എന്റെ മകൻ എന്റെ അഹ്ലിൽപ്പെട്ടതാണല്ലോ റഹ്മാനെ എന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞതറിയോ, ലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്നി അഅദുക അൻ തകൂന മിനൽ ജാഹിലീൻ. നൂഹേ, നിനക്ക് വിവരമില്ലാത്ത കാര്യം എന്നോട് ചോദിക്കരുത്. ആരോടാ പറയുന്നറിയോ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് 950 കൊല്ലം തൗഹീദിലേക്ക് ആളെ ക്ഷണിച്ച ഉലുൽ അസ്മുകളിൽപ്പെട്ട മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറയുന്നു, നിനക്ക് വിവരമില്ലാത്തത് ചോദിക്കരുത് കേട്ടോ, വിവരമില്ലാത്തത് ചോദിക്കരുത്. അവൻ ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, സാലിഹ് അല്ലാത്ത പ്രവർത്തനാണവൻ. അവൻ നിന്റെ അഹ്ലിൽപ്പെട്ടതല്ല, അവൻ നല്ലവനല്ല, അവൻ നശിക്കേണ്ടവനാണ്. നൂഹ് നബിന്റെ മോനായിട്ട് ജനിച്ചിട്ട് വല്ല ഫലം ഉണ്ടായോ? ഇല്ല. അതാ പറഞ്ഞത്, മകനായി ജനിച്ചത് കൊണ്ട് അല്ലെങ്കിൽ മഹാന്റെ മകനായി ജനിച്ചത് കൊണ്ട് കിട്ടുന്ന ഒരു ഗുണമല്ല ഇസ്ലാം എന്ന് പറയുന്നത്. വ്യക്തികൾ ഉൾക്കൊള്ളേണ്ടതാണ്. അത് ഏത് വ്യക്തികൾ ഉൾക്കൊണ്ടോ അവനാണ് പ്രത്യേകത. അവന്റെ പിതാവിനല്ല, അവന്റെ കുടുംബത്തിന്, അവന്റെ സന്താനങ്ങൾക്കുമല്ല. ഇസ്ലാം എന്ന് പറയുന്നത് വ്യക്തികൾ ഉൾക്കൊള്ളേണ്ടത്, അവന്, ആ വ്യക്തിക്കാണ് പ്രത്യേകത. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, അല്ലാഹു റസൂൽ പറഞ്ഞത്, ലാ ഫളല ലി അറബിയ്യിൻ അലാ അജമി വലാ ലി അബിയദ അലാ അസ്വദ് കുല്ലുക്കും മിൻ ആദം ആദം മിൻ തുറാബ് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അറബിക്ക് അനറബിയേക്കാൾ ശ്രേഷ്ഠതയില്ല, കറുത്തവന് വെളുത്തവന് കറുത്തവനേക്കാൾ ശ്രേഷ്ഠതയില്ല. നിങ്ങളൊക്കെ ആദമിൽ നിന്നാണ്, ആദം മണ്ണിൽ നിന്നാണ് കേട്ടോ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളിൽ നിന്ന് അല്ലാഹുവിനടുക്കൽ ഏറ്റവും മാന്യൻ നിങ്ങളിൽ ഏത് വ്യക്തിയാണോ ഭക്തിയുള്ളവൻ അവനാണ്. ഏത് വ്യക്തിയാണോ ഭക്തിയുള്ളവൻ അവനാണ്. അപ്പോ നമ്മള് എന്താകണം, ഓരോ വ്യക്തികളും അല്ലാഹു തആല ആരാധ്യനാണ് എന്ന് പറയുന്ന സത്തയുടെ
ആ അർത്ഥത്തിന്റെ സാക്ഷികളായി തീരണം. അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന അർത്ഥം. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ഞാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാകുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ മുഹമ്മദ് നബിയുടെ അനുയായിയാണ് എന്ന് എന്റെ സംസാരം കണ്ടാൽ, എന്റെ വാക്കുകൾ കേട്ടാൽ, എന്റെ ഡ്രസ് കണ്ടാൽ, എന്റെ ആരാധനാ സ്വഭാവങ്ങൾ കണ്ടാൽ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയാണ്. അതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ഇതും പറഞ്ഞങ്ങോട്ട് പോയിട്ട് മുഹമ്മദ് നബിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കല്ല. ഇങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായിട്ട് അംഗീകരിക്കുന്ന വ്യക്തിക്ക് ഇസ്ലാമിന്റെ ഈമാനിന്റെ സ്വാദാസ്വദിക്കാൻ കഴിയുന്ന ഇസ്ലാമിന് ദീനായിട്ട് അംഗീകരിക്കുക. ഇസ്ലാമിന് ദീനായിട്ട് അംഗീകരിക്കാൻ വെച്ചാൽ ഇസ്ലാം ദീനിന്റെ നിയമങ്ങൾ അതെത്ര തനിക്ക് അരോചകമായി തോന്നുന്നെങ്കിലും ഇസ്ലാം ദീനാണോ സ്വീകരിച്ചതെങ്കിൽ ആ നിയമവും സ്വീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണെന്ന് തോന്നുമ്പോൾ നമുക്ക് വിഷമം തോന്നൂല. ഞാൻ മുഹമ്മദ് നബിയുടെ അനുയായിയാണ്, ഇസ്ലാം ദീനിൽ അംഗാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൗതികമായി ചിന്തിക്കുമ്പോൾ ഒരുപാട് നഷ്ടം. ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോ ഞാന് എന്താക്കേണ്ടി വരും? ഒഴിവാക്കേണ്ടി വരും. അത് ആ ലാഭം ഒഴിവാക്കേണ്ടി വരും. ഒഴിവാക്കാനൊരു പ്രശ്നമല്ല. കൂട്ടരെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, സ്വന്തം ജീവൻ ഒഴിവാക്കാൻ ആർക്കെങ്കിലും പ്രയാസം ഉണ്ടായോ? മോമിനുകളായ ആളുകൾക്ക് സ്വന്തം ജീവൻ ഒഴിവാക്കാൻ പ്രയാസം ഉണ്ടായില്ല. ഓർമ്മല്ലേ? ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കാൻ വേണ്ടി തൂക്കുകാരിങ്ങനെ തൂക്കിയിട്ടിട്ട് ചോദിച്ചു, അല്ല നീ ഇപ്പോ പിന്മാറാൻ തയ്യാറുണ്ടോ? ഒഴിവാക്കി തരാം. ഇപ്പോ നിന്റെ തീരുമാനത്തിൽ പിന്മാറാൻ ഒഴിവുണ്ടോ? മുഹമ്മദിന്റെ ദീനായി സ്വീകരിക്കുന്ന തീരുമാനം എന്നിട്ട് മുഹമ്മദിന്റെ മുഖത്ത് പോയെന്ന് കാർക്കിച്ച് തുപ്പിത്തരാൻ നീക്ക് തയ്യാറുണ്ടോ? ഒപ്പം ഒഴിവാക്കി തരാം. അദ്ദേഹം പറഞ്ഞു, വലസ്തു ബാലിഹീന ഉഖ്തലു മുസ്ലിമാ ഇലാ അയ്യി ജംബിൻ കാന ലില്ലാഹി മസ്റഈ ഇലാ അയ്യി ജംബിൻ കാന ഫില്ലാഹി മസ്റഈ വദാലിക ഫീ ദാത്തിൽ ഇലാഹി വയശ യുബാരിക ലഹു സാരിത്തിൽ മുമസ്സഈ. ഞാൻ ഒരു മുസ്ലിമായി മരണപ്പെടുമ്പോൾ മരണത്തെ ഞാൻ പരിഗണിക്കുന്നില്ല. അത് ഓർക്കാൻ കഴിയോ നമുക്ക്? ഹുബൈബ് റളിയല്ലാഹു പറയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ മരണപ്പെടുന്ന സമയത്ത് ഞാൻ ഏത് ഭാഗത്തേക്ക് വീണ് മരിച്ചിരുന്നാലും ശരി, ആ മരണത്തെ ഞാൻ പരിഗണിക്കുന്നില്ല. റഹ്മാനായ റബ്ബെങ്ങാനും ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്റെ ശരീരത്തെ പിച്ചി ചീന്തിക്കളഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെ കഷ്ടിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഓരോ തുള്ളങ്ങളുടെ പേരിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കാൻ മാത്രം കഴിവുള്ളവരാണ്. ഞാൻ എന്റെ മരണത്തെ പരിഗണിക്കുന്നില്ല. അടുത്ത നിമിഷം തൂക്കുകയറ് തന്റെ കഴുത്തിൽ കുടുങ്ങിയിട്ട് ആ തൂക്കുകയറ് കിടന്ന് ജീവൻ അങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഒരൊറ്റ വാക്ക് പറഞ്ഞാല് ജീവൻ രക്ഷിച്ചായിരുന്നു, പക്ഷെ പറഞ്ഞില്ല. നമ്മളാണെങ്കിൽ എത്ര പ്രാവശ്യം പറയും? എത്ര പ്രാവശ്യം പറയും? 100 പ്രാവശ്യം പറയില്ലേ? തുണി ഉടുക്കണ്ടെന്ന് പറഞ്ഞാൽ തുണി ഉടുക്കുവോ? 2 ദിവസം തൂക്കുകയറ് പോയിട്ട് ജയിലിലേക്ക് ഉണ്ടാക്കിയാൽ പോരെ? തൂക്കുകയറ് വേണ്ട, ജയിലിലേക്ക് ഉണ്ടാക്കിയാൽ ഏത് കടലാസിലാ ഒപ്പിട്ട് കൊടുക്കാതിരിക്കുക? രണ്ടാളെ കുത്തിരുന്നിട്ട് പറഞ്ഞപ്പോ ഞാൻ ഒപ്പിട്ട് കൊടുത്തിരുന്ന ആളൊരു മൊലിയാര് പെടുന്നത് പറഞ്ഞു. എന്താ ഈമാന്റെ കോലം നോക്കാൻ നിങ്ങൾ? ഈമാന്റെ ഒരു കോലം തുണ്ടം തുണ്ടമാക്കി ശരീരത്തിനെ നുറുക്കിക്കളയുകയാണെങ്കിൽ എന്റെ ഈമാനിനേക്കാൾ വലുതായി ഞാനത് കാണുന്നില്ല എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ഹുദൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വിശ്വാസിയാണ്. അതേ പ്രകാരമുള്ള വിശ്വാസികൾ നാമുമായി തീരണം. അതിനെന്താണ് മാർഗം? ഇസ്തിഖാമത്ത്, ചൊവ്വായ മാർഗം. അതാണ് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക. ഈ ഇസ്തിഖാമത്തുള്ള ആളുടെ മേലാണ് അല്ലാഹു തആല എന്താക്കുന്നത്? മലക്കുകളെ ഇറക്കുന്നത്. തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ മേൽ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങും. അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ വിഷമിക്കരുത്. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. മരിക്കുന്ന സമയത്താണത്. നിങ്ങൾ അല്ലാഹു തആല
നിങ്ങളോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗം കൊണ്ട് സന്തോഷവാന്മാരാകൂ, നിങ്ങൾ സമാധാനത്തോടുകൂടി പരലോകത്തേക്ക് പ്രവേശിക്കൂ എന്ന് പറയും. ഇതാർക്ക്? ഇസ്തിഖാമത്തുണ്ടായ ആളുകൾ. നേർക്ക് നേരെ അല്ലാഹു തആല പറഞ്ഞ പോലെ അങ്ങോട്ട് ജീവിക്കുമ്പോഴുള്ള ഏത് പ്രയാസങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ആ ഇസ്തിഖാമത്തിലൂടെ നീങ്ങാൻ കഴിയുന്ന അസമത്വം എന്ന് പറയുന്നത് തൊട്ടുകൂടായ്മ എന്ന് പറയുന്നത് ഇല്ല, പരസ്പരം വിവാഹം നടക്കുന്നില്ല. ഞാനിത് വിട്ട് പറഞ്ഞ് ഞാനങ്ങ് പോയിട്ട് പോകും. പിന്നെ ഞങ്ങള് പൊതുവിൽ പ്രസംഗം നന്നായോ നല്ല ശ്രദ്ധിക്കേണ്ടത്. എന്റെ മനസ്സിൽ ഇതിലേതെല്ലാം ഞാൻ ശ്രദ്ധിക്കേണ്ടതെന്നാണ്. മാർക്കിട്ടിട്ടാ ചില ആളുകൾ പ്രസംഗം കേട്ട് പോലെ. ഇന്നത്തെ പ്രസംഗം ഇന്നത്തിനേക്കാൾ ലേശൂരി ഒന്നൊരു ഗുണം. അല്ലെങ്കിൽ ഇന്നത്തെ അത്ര വിഷാറില്ല, മൂപ്പർക്ക് എന്തോ ഒരു മൂഡൌട്ടായിരിക്കുന്നു. ആ മാർക്കല്ല ഇവിടെ ആവശ്യം. ഓരോരുത്തരും സ്വന്തം മനസ്സിനോട് ചോദിക്കണം, ഈ ഇസ്തിഖാമത്ത് എനിക്കുണ്ടോ? ആരൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു എന്ന് പറഞ്ഞ് ഇസ്തിഖാമത്ത് എനിക്കുണ്ടോ? പിന്നെ ചൊവ്വായി നിൽക്ക് റബ്ബ് റബ്ബാണെന്ന് അംഗീകരിച്ചാൽ പിന്നെ ആ റബ്ബിനെ അതിന്റേതായ ഗൗരവത്തിലും ബഹുമാനത്തിലും ആ ശക്തിയോടുകൂടി നാം പരിഗണിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ എന്തുകൊണ്ട്? നമ്മുടെ ജീവിതത്തിലേക്ക് നാം കടന്നു ചെന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മിൽ പലരും അങ്ങനെ പരിഗണിക്കാൻ സാധിക്കാത്തവരാണ്. ഒരുപക്ഷെ ശാരീരിക രംഗത്ത് അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്ത്. ഇവിടെയാണ് പ്രശ്നം. അതാണ് ഇമാം ബഹുമാനപ്പെട്ട റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത്, ഖുർആനിൽ 3 അണകളുണ്ട്, അത് ഒന്ന് കൂടാതെ മറ്റേത് സ്വീകരിക്കൂല. ഒന്ന് കൂടാതെ മറ്റേത് സ്വീകരിക്കാത്ത 3 അണകളുണ്ട് എന്നാണ്. അതിലൊന്ന് ഏതാണെന്നറിയോ? അത്തിയുല്ലാഹ വാത്തിയുർ റസൂല. ഒന്ന്, അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കുക, റസൂലിനെയും അനുസരിക്കുക. അള്ളാഹിനെ ഞാൻ അനുസരിച്ചോടാ, റസൂലിനെ അനുസരിക്കൂല എന്ന് പറഞ്ഞാൽ എന്റെ അനുസരണം അള്ളാഹ്ക്ക് ആവശ്യമില്ല. അല്ല, അള്ളാഹ് റസൂലിനെ അനുസരിക്കുക, പഠിച്ചവനെ അനുസരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ അതും അള്ളാഹു തരണ്ടാക്കൂല, സ്വീകരിക്കൂല. അതുപോലെ തന്നെ അഖീമുസ് സ്വലാത്ത വ ആതുസ് സകാത്ത, കൃത്യമായി നമസ്കാരത്തെ നിലനിർത്തുക, നിർബന്ധദാനം കൃത്യമായി കൊടുക്കുക എന്ന് പറഞ്ഞപ്പോ, നിസ്കാരം എന്ന് പറഞ്ഞാൽ കൈമന്ന് പൈസ പോകുന്നൊരു പണിയൊന്നും അല്ലേലോ. അത് ഞാൻ നോക്കിയേക്കാം. പഠിച്ചവനെ ആ പൈസ തൊട്ടുള്ള പണി നമ്മൾ ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞാൽ പഠിച്ചവൻ അത് ആവശ്യമില്ല എന്ന് അറിയുന്നത്, എന്നെ നിസ്കാരം പഠിച്ചാൻ ആവശ്യമില്ല. അല്ലെങ്കിൽ വിചാരിക്കുക പൈസ ഒരുപാടുണ്ട്, കുറച്ചായിട്ട് കൊടുത്തിട്ടേക്കാം, മനുഷ്യൻ ഈ 5 സമയത്ത് ഇങ്ങനെ പോയിട്ട് തലകുത്തി മറിയാൻ ബുദ്ധിമുട്ടാണ് പഠിച്ചവനെ, അതുകൊണ്ട് സക്കാത്ത് ഞാൻ കൊടുക്കുക, ഇത് സ്വീകരിക്കുക, മറ്റേ ഞാൻ ഒഴിവാക്കിയില്ല എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കില്ല അല്ലാഹു. അതുപോലെ തന്നെ അനിസ്കുർലി വലിവാലിദൈക്ക്, നീ എന്നോട് നന്ദിയുള്ളവനാകണം, നിന്റെ മാതാപിതാക്കളോട് നന്ദിയുള്ളവനാകണം. പഠിച്ചോനെ നീ എന്റെ റബ്ബാണ്, എന്നോട് ഞാൻ നന്ദി കാണിക്കാം. പക്ഷേ നിന്റെ പ്രവാചകനോട് നന്ദി കാണിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണല്ലേ. അല്ല, എന്റെ മാതാപിതാക്കളോട് നന്ദി കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം വയസ്സ് 10-75 പല്ലില്ല, നൊണ്ണോട് വർത്താനം പറയും, സംസാരിക്കും, മോത്തേക്കൊക്കെ തുപ്പൽ തീർക്കും, എന്നിട്ട് വന്നിട്ട് മോനെ കോനെ എന്ന് പറഞ്ഞുകൊണ്ട് വർത്താനം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആളുകളൊക്കെ വരുന്ന സമയത്ത് ഇതെനിക്കൊരു ബുദ്ധിമുട്ടാറട്ടെ, അതുകൊണ്ട് ഞാൻ ചിലപ്പം പാപ്പാനോടൊക്കെ ദേഷ്യപ്പെട്ടു, എന്നാലും നിനക്ക് ഞാൻ നന്ദി ചെയ്തോളാം എന്ന് പറഞ്ഞാൽ എന്റെ ആ നന്ദി അള്ളാഹ്ക്ക് ആവശ്യമില്ല. നമ്മളിൽ പലർക്കും സംഭവിക്കുന്ന അല്ലെങ്കിൽ പലരുടെയും അനുഭവത്തിലുള്ള കാര്യമാണ്. അള്ളാഹുവിനോട് നന്ദി കാണിക്കാമെന്ന് തീരുമാനിക്കുകയും അള്ളാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾ പാപ്പാനോട് ഉമ്മാനോടൊക്കെ, ഉമ്മാനോട് കേൾക്കണോ, സ്വന്തം അമ്മനോട് ഉമ്മ. നിങ്ങൾ ഇവിടെ പല മനുഷ്യന്മാരും വരുന്ന സമയത്ത് മോനെ കോനെ എന്ന് പറഞ്ഞു, മോളെ മോളെ എന്ന് പറഞ്ഞോട് എന്റെ പിന്നെ നടക്കുന്നത് ആരെയാണ് മോനെ കുത്തുന്നുള്ളി എന്ന് പറഞ്ഞ മകളെ സംബന്ധിച്ച് എനിക്കറിയാം. പക്ഷേ പിന്നീട് മൂപ്പത്തി വല്ലാതെ പറയുന്നൊന്നില്ല. അള്ളാഹു താര ദുന്യാവിൽ തന്നെ അതിന് ശിക്ഷ മെന്റലായിട്ട്. എന്നാ എന്താ അറിയോ, ഈ ഉമ്മായുടെ മാർവിടത്തിൽ ഇപ്പൊ ചൊക്കിത്തുളിഞ്ഞ് കാണുന്ന ആ തോൽസഞ്ചിയില്ലേ, ആ തോൽസഞ്ചി ഇല്ലായിരുന്നുവെങ്കിൽ ഒരു കാലത്ത് നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കുമായിരുന്നില്ല. ആ മാർവിടത്തിൽ ചുക്കിച്ചുളിഞ്ഞ തോൽസഞ്ചിയാണ് നാം ഒരു കാലത്ത് നമ്മുടെ ഭക്ഷണമായിട്ട് ഉപയോഗിച്ചിരുന്നത്. സ്വന്തം വിശ്രമം ശ്രദ്ധിക്കാതെ, ഭക്ഷണം ശ്രദ്ധിക്കാതെ, സൗകര്യം ശ്രദ്ധിക്കാതെ, രാവുപകൽ ശ്രദ്ധിക്കാതെ, പകൽ ശ്രദ്ധിക്കാതെ, ചൂട് ശ്രദ്ധിക്കാതെ, തണുപ്പ് ശ്രദ്ധിക്കാതെ, നമ്മുടെ സംരക്ഷണവും നമ്മുടെ സൗകര്യവും നമ്മുടെ സുഖവും നോക്കിയിട്ട് അത് പരിഗണിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന മാതാവ് ഇന്ന് ആ മാതാവിന് ക്ഷീണം വന്നപ്പോൾ നിനക്ക് കണ്ടുപിടിക്കുന്നില്ലല്ലേ? അള്ള പറയാണ് ഓനോട് നന്ദി ചെയ്യണം.
ആ നന്മയ്ക്ക് നന്ദി ചെയ്യാൻ നിനക്ക് സന്മനസ്സുണ്ടെങ്കിൽ മാത്രമേ നീ കാണാതെ റബ്ബിനോട് നിനക്ക് നന്ദി ചെയ്യാൻ സാധിക്കൂ. ആ ഉമ്മാനോട് നന്ദി ചെയ്യാത്തവൻ, ആ വാപ്പനോട് നന്ദി ചെയ്യാത്തവൻ അള്ളാഹിനോട് നന്ദി ചെയ്യാൻ അവന് സാധിക്കില്ല. നന്ദി ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു തന്നെന്താന്ന് വെച്ചാൽ, ഇങ്ങനെ എല്ലാ നിലക്കും അള്ളാഹുത്താല പറഞ്ഞിരിക്കുന്ന സാമ്പത്തിക രംഗത്തും ശാരീരിക രംഗത്തും സാമൂഹ്യ ജീവിതത്തിലുമെല്ലാം അള്ളാഹു പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന അവനാണ് യഥാർത്ഥത്തിൽ ഇസ്തിഖാമത്തുള്ളവൻ. അവനാണ് അള്ളാഹുവിന്റെ എന്താക്കുക മലക്കുകൾ ഇറങ്ങിയിട്ട് ആശ്വസിപ്പിക്കാന്ന്. മനസ്സിലായി? അതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയാ. പക്ഷെ നമ്മുടെ ഇസ്തിഖാമത്ത് എന്താന്ന് ചോദിച്ചാൽ, മുഹമ്മദായി ജനിച്ച് എന്നിട്ട് ഇപ്പൊ ഏതാണ്ട് അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടായപ്പോ നാട്ടുകാർക്കെങ്കിലും 10 ഉറുപ്പിക കൊടുക്കും. എന്തിന് അവൻ കണ്ടാലൊന്ന് ചിരിച്ചൊക്കെ വേണം. അതിനു വേണ്ടിയിട്ട് 10 ഉറുപ്പിക കൊടുക്കുക. സക്കാത്താണോന്ന് നികത്തി ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോ സദക്കയാണെന്ന് പോലും കരുതിയിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ കുറച്ചാണ്ട് കൊടുത്ത് ഒരു വലിയ മുതലാളിയായിട്ട് നടക്കണം എന്നതിൽ കവിഞ്ഞ് യാതൊന്നും അള്ളാഹുവിന്റെ പ്രീതി ശ്രദ്ധിച്ചുകൊണ്ടല്ല നോക്കുന്നത്. ഇങ്ങനത്തെ ആളുകളെ സംബന്ധിച്ച് അള്ള പറഞ്ഞെന്തറിയോ? كيف تؤمنون ببعض الكتاب وتكفرون ببعض فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب وما الله بغافل عما تعملون. നിങ്ങൾ ഖുർആനിന്റെ അല്ലെങ്കിൽ കിതാബിന്റെ ഒരു ഭാഗം കൊണ്ട് വിശ്വസിക്കുകയും മറുഭാഗം കൊണ്ട് കളവാക്കുകയും ചെയ്യുന്ന കൂട്ടരിൽ എന്താണ് ഇവരുടെ സ്ഥിതി? എന്താണ് നിങ്ങളുടെ സ്ഥിതി? كيف تؤمنون ببعض الكتاب وتكفرون ببعض فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا. നിങ്ങൾ നിന്ന് ഇങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് ഭൗതിക ലോകത്തിൽ നിസ്സാരതയല്ലാതെ മറ്റെന്താണുള്ളത്? പരലോകത്ത് ഏറ്റവും വലിയ ശിക്ഷയിലേക്ക് നിങ്ങളെ തള്ളപ്പെടുകയും ചെയ്യും. ഇന്ന് മുസ്ലിങ്ങളുടെ സ്ഥിതി അതല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ബഗൽപൂരിൽ എന്ത് നടന്നു? അഫ്ഗാനിൽ എന്ത് നടക്കുന്നു? ബൈറൂത്തിൽ എന്ത് നടന്നുകൊണ്ടിരിക്കുന്നു? മുസ്ലിങ്ങളായ നമ്മുടെ സ്നേഹിതന്മാർ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമില്ലാതെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് എലികളെയും പൂച്ചകളെയും പിടിച്ചു തിന്നാൻ മാത്രം, അവയുടെ പച്ചിറച്ചി തിന്നാൻ മാത്രം ഭക്ഷണത്തിന് അവർ ഗതികെട്ടു. നമ്മുടെ സ്നേഹിതന്മാർ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ഇസ്ലാമിൽ നമ്മുടെ സഹോദരങ്ങൾ. അതെ, ബഗൽപൂരിൽ എന്താ സംഭവിച്ചത്? ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. 10,000-കണക്കിനെന്നില്ല 30,000-ഓളം ആളുകൾ ഇപ്പം ഭവനരഹിതരാണെന്നാ പറയുന്നത്. മുസ്ലിങ്ങൾ എന്താണ് അവർ തെറ്റ് ചെയ്തത്? അവർ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോൾ നാം അവരോട് കാരുണ്യം കാണിക്കേണ്ടവരാണ്, ശരിയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലും നാമും ഇപ്പം വലിയ തന്റെ അടുത്തോടുകൂടി കാത്തിട്ടണ്ട. അതിനുവേണ്ടി 10 ഉറുപ്പിക കൊടുക്കാൻ പറഞ്ഞാൽ നമ്മളിപ്പോ കൊടുക്കൂല്ലോ. ഇപ്പൊ ചിന്തിച്ചു നോക്കി നിങ്ങൾ, നിങ്ങളിൽ നിന്ന് ആരും മോമിനാവുകയില്ല. നിങ്ങളുടെ ശരീരങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം മാത്രം നിങ്ങളുടെ സഹോദരങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ. ബഗൽപൂരിലുള്ള നമ്മുടെ സഹോദരങ്ങൾ വീടില്ലാതെ, ഭാര്യമാർക്കോ കുട്ടികൾക്കോ കിടന്നിറങ്ങാൻ ഇടമില്ലാതെ, വെച്ചിരുന്നാൻ പാത്രങ്ങളില്ലാതെ, ചുറ്റടക്കാൻ ഭക്ഷണമില്ലാതെ, നഗ്നത മറയ്ക്കാൻ വസ്ത്രമില്ലാതെ നടക്കുന്നത് കാണുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കതിനോട് യാതൊരുവിധ അനുഭാവവും തോന്നുന്നില്ല എങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഈമാനിന്റെ ബാക്കി അവശേഷിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മുടെ ബാധ്യതയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴേ നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാല്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ശിക്ഷകളുടെ മുറകൾ ഇങ്ങനെ എടുത്ത് കാണിക്കുക. ഓരോ ഭാഗത്ത് ഒരു ഭാഗത്ത് വെള്ളപ്പൊക്കം, മറ്റേ ഭാഗത്ത് കൊടുങ്കാറ്റ്, മറ്റേ ഭാഗത്തോ തമ്മിൽ പറ്റിക്കില്ല. ഇതെല്ലാം കൂടി വന്നിട്ട് എന്താണെന്നറിയോ? ശിക്ഷകള്. അതെ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ ശിക്ഷിച്ചിരുന്ന വെള്ളപ്പൊക്കമാണെങ്കിലും, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തിന് ശിക്ഷിച്ചിരുന്ന ഭൂകമ്പമാണെങ്കിലും, സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തിന് ശിക്ഷിച്ചിരുന്ന കൊടുങ്കാറ്റാണെങ്കിലും, യാതൊന്നും എന്റെ അടുക്കൽ ഇപ്പോൾ എന്തല്ല ഒരു പഞ്ഞമുള്ള കാര്യമല്ല. നിങ്ങളെ ശിക്ഷിക്കണമെങ്കിലും ഈ നിമിഷങ്ങൾ കൊണ്ട് നിങ്ങളെ ഭസ്മമാക്കി കളയാൻ പറ്റുന്ന ശിക്ഷകൾ എന്റെ കയ്യിലുണ്ട്. അതാ, നിങ്ങൾ പാഠം പഠിക്കൂ. മൂകമായ ഭാഷയിൽ ലോകം നമ്മോട് പറയുകയാണ്, നിങ്ങൾ പാഠം പഠിക്കൂ. എന്നിട്ടും നമ്മൾ ഉണർന്നിട്ടില്ല. നമ്മൾ പലരും, നമുക്കിപ്പോഴും ഭക്തി ഉണ്ടായിട്ടില്ല. നമ്മൾ എപ്പോഴാണ് ഭക്തി ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ, ആ ഫിർഔനുണ്ടായ മാതിരി മുങ്ങിങ്ങനെ കൊണ്ടുമ്പാ മൂപ്പര് പറഞ്ഞ്
ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ. പടച്ചവനെ ബനൂ ഇസ്രായേൽക്കാർ വിശ്വസിച്ച പടച്ചവൻ തന്നെ അല്ലാതെ വേറെ പടച്ചവനില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. അള്ളാന്ന് പറയാൻ ഓരോ നേരം കഴിഞ്ഞില്ല കേട്ടോ. പടച്ചവൻ മനസ്സിലായത് കിടന്നവിടെയോ. ഇതുപോലെ ശിക്ഷ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പം തന്നെ നമ്മുടെ ബാധ്യതകളെ സംബന്ധിച്ച് മനസ്സിലാക്കണം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവൻ സാമ്പത്തിക രംഗത്തും സാമൂഹ്യ രംഗത്തും അവന്റെ രഹസ്യ ജീവിത രംഗത്തും എല്ലാറ്റിലും ബാധ്യതകളും പരിശുദ്ധകളും. ആ പരിശുദ്ധതകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോഴേ അവൻ മുസ്ലിമായി. ഞാൻ നല്ല കാര്യങ്ങളൊക്കെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ നല്ല ഖുർആൻ അനുസരിച്ചാണ് ജീവിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആരോടും അലമ്പ് കാണിക്കുന്നൊന്നുമില്ല എന്ന് വിചാരിച്ച് നീങ്ങുന്ന ചില ആളുകളുണ്ട്. എന്ത് തൗഹീദൊക്കെ മനസ്സിലാക്കിയിട്ട് നാട്ടിൽ ചെന്നാൽ സ്വന്തം പെണ്ണുങ്ങളോട് കൂടി പറയില്ല. നമ്മളെന്തിനാ ഓരോ സ്വാതന്ത്ര്യത്തിൽ കൈയിടുന്നത്? ഇന്നല്ല സംഗതി എന്താ അറിയാ, പേടിയാവുള്ളിരിക്കും. അതിന്റെ ഒരു കവി പറഞ്ഞിട്ടുണ്ട്, ഭീരുക്കൾ വിചാരിക്കും ഭീരുത്വം എന്ന് പറഞ്ഞാൽ നല്ല ദൃഢനിശ്ചിതയാണ്. അല്ല, വളരെ ചീത്തയായ ഒരു പ്രകൃതിയാണത് എന്ന് പറഞ്ഞാൽ അസൽ ഭീരു. എന്ത് പറഞ്ഞാലും സത്യം ശരിക്കും മനസ്സിലായാലും സ്വന്തം മക്കളോട് വരെ പറയാത്ത, ജ്യേഷ്ഠനോട് പറയാത്ത, അനുജനോട് പറയാത്ത, വീട്ടുകാരോട് പറയാതെ സത്യം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന എത്ര ആളുകളുണ്ടെന്ന് അറിയാം. എന്നിട്ട് വല്ല ചാൻസും കിട്ടും പറയും, ഞാനിത് കുറെ കാലമായി മനസ്സിലാക്കിയിട്ട് ഒന്ന് ഒഴിവില്ലായിട്ട് പറയാണ്ടിരുന്നെങ്കിൽ എന്തൊഴിവീട്? സത്യം പറയുന്നത് എന്ത് ഒഴിവുകേടാണ് എന്ന് പറഞ്ഞാൽ എല്ലാ സത്യവും പറഞ്ഞോളണമെന്നല്ല, പറയുന്നത് സത്യമായിക്കൊള്ളണേ ഉള്ളൂ. ജീവിതത്തിൽ അങ്ങനെയാണ്. തൗഹീദിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല, വിശ്വാസപരമായ കാര്യത്തിൽ അങ്ങനെയല്ല. ജീവിതത്തിൽ ചില ആളുകൾ പറയുന്നുണ്ട്, മറ്റവരെ കൊണ്ട് ഒഴിവത്ത് അറിയാണെങ്കിൽ ഞാൻ ഇല്ലാത്ത പറയല്ല കേട്ടോ, ഞാൻ സത്യം പറയാണ്. സത്യമെല്ലാം പറഞ്ഞോളണമെന്നില്ല, പറഞ്ഞ് സത്യമായിക്കൊള്ളണേ ഉള്ളൂ. അല്ലാതെ രാത്രി നടക്കുന്ന കാര്യങ്ങളൊക്കെ രാവിലെ പറഞ്ഞ് എല്ലാവരോടും പറയൽ നിർബന്ധമാണെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാവും. എല്ലാ സത്യവും പറയണമെന്നില്ല. പിന്നെയോ പറയുന്നതൊക്കെ സത്യമാവണം. പക്ഷെ സത്യം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ വിശ്വാസപരമായ സത്യങ്ങൾ പ്രബോധനം ചെയ്യണം. അതാണ് വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വതവാസൂ ബിൽ ഹഖ് വഅമിലുസ് സാലിഹാത്തി വതവാസൂ ബിൽ ഹഖ് വതവാസൂ ബിസ് സബ്ർ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും എന്നിട്ട് സത്യം കൊണ്ടും സഹനം കൊണ്ടും ഉപദേശിക്കുകയും ചെയ്തവരല്ലാത്ത എല്ലാ ആളുകളും നഷ്ടത്തിലാണ് എന്നതിന് കാലം സാക്ഷിയാണ്. കാലം കൊണ്ട് സത്യം എന്ന് അല്ലാഹു പറഞ്ഞതിന്റെ താല്പര്യം അതാണ്. അപ്പോ വിശ്വാസപരമായ കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ചാൽ എന്താക്കണം, മറ്റുള്ള ആളുകൾക്കും അത് ഉപദേശിച്ചു കൊടുക്കണം. ഒരു നാട്ടില് ഞങ്ങൾ 2 ആള് മാത്രമേ ഉള്ളൂ മൗലവി, അവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഉപദേശിക്കണം. ഉപദേശം ഫലിച്ചാലും ഫലിച്ചില്ലെങ്കിലും നമ്മെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ യുക്തമായി ഉപദേശിക്കേണ്ട സ്ഥലത്ത് യുക്തമായി ഉപദേശിക്കണം. അതല്ല പറഞ്ഞേ, ഉദുഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന. വളരെ യുക്തമായും നല്ല ഉപദേശങ്ങൾ കൊണ്ടും നിങ്ങൾ എന്താക്കുക, ആളുകളെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക. ചില സമയത്ത് നമ്മളെ കൊണ്ട് വലിയ ആവശ്യമുള്ള സമയം ഉണ്ടാവും. ആ സമയത്ത് എന്താക്കുക, ഓൻ കേൾക്കാൻ വേണ്ടി അങ്ങനെ വെച്ചു കൊടുക്കുക. ഓർമ്മല്ലേ, യൂസുഫ് നബിന്റെ അടുക്കൽ ജയിലിൽ വന്നിട്ട് എന്താണ് ചോദിച്ചു? ഓർമ്മല്ലേ? അല്ല, നിങ്ങൾക്ക് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അറിയാന്ന് പറഞ്ഞിട്ടല്ലോ. പറഞ്ഞു അറിയാം. ഞങ്ങൾ 2 സ്വപ്നം കണ്ടോന്ന് പറയട്ടെ. പറഞ്ഞു. ഒരാള് പറഞ്ഞു, ഞാന് എന്റെ തലയിൽ ഇങ്ങനെ 10 റൊട്ടി ഇങ്ങനെ വെച്ചുകൊണ്ട് നടത്തുന്നുണ്ട്, പറവകൾ അതിൽ നിന്ന് കൊത്തിക്കുന്നുണ്ട്. വേറൊരാള് പറഞ്ഞു, ഞാൻ കണ്ടത് ഞാനിങ്ങനെ മുന്തിരി പിഴിഞ്ഞിട്ട് കള്ളെടുക്കുന്നുണ്ട്, കള്ള് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഞാൻ സ്വപ്നം കണ്ടത്. പറഞ്ഞുതരാം. ഇതൊരു 10 മണി സമയത്താണ് ഇയാൾ ഉച്ചക്ക് ഭക്ഷണം കൊണ്ടുവന്നതിന് ദിവസം പറഞ്ഞുതരാം. കുറച്ച് സമയം കൂടെ ഉള്ളൂ. അപ്പൊ അവര് കാത്തിക്കാൻ നിർബന്ധമായല്ലോ. അതിന്റെ ഇടയ്ക്ക് ചോദിച്ചു, ഇവർ നിർബന്ധിതരാണ് അവിടെ നിൽക്കല്. അപ്പൊ ചോദിച്ച, അല്ല വ്യത്യസ്തങ്ങളായ ദൈവങ്ങളാണോ അതല്ല സംരക്ഷകന്മാരാണോ അല്ലെങ്കിൽ ഒരു സംരക്ഷകനോ ഹൈറുകളെന്ന് പറഞ്ഞ് ചിന്തിച്ചു നോക്കി. അതുപോലെ പൊരേ ചെന്നപ്പോ അതുവരെ തിരിഞ്ഞു നോക്കാണ്ട് സലാം ചെല്ലിയിട്ടുള്ള മടക്കാതെ നടന്നിരുന്നോ 100 രൂപ കടത്തിന് വന്നാൽ തര കടത്തിയോ. പക്ഷെ കുട്ടീനെ പീടിയെ പറഞ്ഞയച്ചിട്ട് എന്ന് പറഞ്ഞേ, അല്ലെങ്കിൽ ബാങ്ക് പറഞ്ഞയച്ചിട്ട് ഇപ്പം വരൂ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്ക് ഇജാതി എന്താന്ന് പറഞ്ഞു കേട്ടു. എന്തായാലും അങ്ങനത്തെ സമയങ്ങൾ ഇതിന് ഉപയോഗിക്കണം.
അങ്ങനെ ടൈമുകൾ ഉപയോഗിക്കണം. ഇതൊക്കെ നമ്മുടെ ബാധ്യതയാണെന്ന് വെറുതെ പറയലാണ്, നമ്മുടെ ബാധ്യതയാണ്. അതാണ് ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ എന്ന് പറഞ്ഞതിന് താല്പര്യം. അല്ലാത്ത എല്ലാ ആളുകളും നഷ്ടത്തിലാണ്. ഇത് നമ്മുടെ മതപരമായ ബാധ്യതയാണ്. നമ്മൾ വിശ്വസിക്കലും പ്രവർത്തിക്കലും മാത്രമല്ല, ഉപദേശിക്കുക എന്നുള്ള നമ്മുടെ ദീനിന്റെ ഒരു ഭാഗമായ പ്രവർത്തനമാണ്. ഇത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൂലി അന്നിലാന്ന് വരും, പ്രസിഡന്റും സെക്രട്ടറി ആക്കിയില്ലാന്ന് വരും. അന്നപ്പോ ഒഴിഞ്ഞു നിൽക്കരുത്. നമ്മളൊക്കെ സ്ഥിതി അതാണ്. ഞാനൊരു നാട്ടിൽ എന്റെ ഒരു സ്നേഹിതൻ പണ്ട് വളരെയേറെ ഗൗരവം കാണിച്ചിരുന്നൊരു മനുഷ്യൻ, ഇക്കാമയൊന്നും ഇല്ലാതെ ഹജ്ജിന് പോയിട്ട് പാസ്പോർട്ടായിട്ട് മക്കത്തി വന്നിട്ട് അവിടുന്ന് മൊഴിയാട് പ്രസംഗിച്ചപ്പോ അയാളെ പേര് കേസ് കൊടുത്താളാ. അവസാനം അവനെ പിടിച്ചിങ്ങോട്ട് കയറ്റി. കാരണം ഒന്നുമില്ലല്ലോ. അങ്ങനത്തെ മനുഷ്യൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ കേരളത്തിൽ വന്നിട്ട് എന്തായെന്നറിയോ? മുജാഹിദ് പ്രസ്ഥാനം വിട്ടു. എന്താ കാരണം എന്നറിയോ? ഞാനാണ് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കി, എന്നിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കുമ്പോ എന്നെ ഒന്നും ആക്കിയില്ല. അതുപോലെ ആരും പരിഗണിച്ചില്ലാന്ന് വരും. പക്ഷേ പരിഗണിക്കുന്നവൻ ഒരാളുണ്ട്. ആരാണ്? അല്ലാമുൽ ഗുയൂബായ പടച്ച തമ്പുരാൻ. ആ റബ്ബിന്റെ പരിഗണന അത് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനം. ആരും ശ്രദ്ധിക്കുന്നില്ല എങ്കിലും, ആരും കേൾക്കുന്നില്ല എങ്കിലും, ആരും അറിയുന്നില്ല എങ്കിലും എന്റെ പ്രവർത്തനത്തിന്റെ കാര്യം കൃത്യമായി, എന്റെ ആത്മാർത്ഥതയുടെ തൂക്കം കൃത്യമായി റഹ്മാനായ റബ്ബ് അറിയുന്നുണ്ട്. ആ റബ്ബിന്റെ അടുക്കൽ എനിക്ക് പ്രതിഫലം വാങ്ങാം, ലോകത്തുനിന്ന് ഞാൻ പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയായിരിക്കണം നമ്മുടെ വിശ്വാസം. നമ്മുടെ പ്രകൃതി ഉണ്ടല്ലോ, മനുഷ്യ സഹജമായ സ്വഭാവം അതിന് പ്രേരിപ്പിക്കും. അവനെ നമ്മുടെ വിചാരം കൊണ്ട്, നമ്മുടെ തന്റെ ഇടം കൊണ്ട്, നമ്മുടെ വിശ്വാസം കൊണ്ട് അടിച്ചമർത്തിയിട്ട് അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നീങ്ങാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ ഈമാനാണ് നമ്മളെ ഭരിക്കുന്നത് എന്നുള്ള സമാധാനത്തിൽ നമ്മൾ എത്തുന്നത്. അതാണ് എന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക എന്ന് പറഞ്ഞത്. ഇസ്തിഖാമത്ത് അവന്റെ ബാധ്യതകളെല്ലാം ചെയ്യാം. കുറെ കാലം ബാധ്യത ചെയ്യുമ്പോഴേക്ക് ഇത് തീർന്നുപോയി. ഇനി നമ്മൾ ആരിഫാണ്, ആരിഫീങ്ങളെ പദവിയിലെത്തി, ഇനി മൂപ്പർക്ക് ബാധ്യത ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ട് നമ്മളുടെ ഇടയിൽ. എന്ത് കുറച്ചു കാലം ദിക്റ് ചെല്ലിയാ മൂപ്പര് എന്തായി? ആരിഫായി. ആരിഫായാലോ പിന്നെ ഓനൊന്നും ചെയ്യേണ്ടതില്ല, നോമ്പ് വെക്കേണ്ടതില്ല, നിസ്കരിക്കേണ്ടതില്ല, നിസ്കരിക്കുകയാണെങ്കിൽ ഒതു എടുക്കേണ്ടതില്ല, നിസ്കരിക്കുമ്പോ ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഒരു ജാതി മുണ്ടുടുക്കേണ്ടതില്ല എന്ന് വരെ വിശ്വസിക്കുന്നുണ്ട്. എന്താ അവൻ ആരിഫല്ലേ? പടച്ചവൻ അവരത്തുണ്ടോ? എന്നിട്ട് മുണ്ടുടുക്കാതെ നടക്കുന്നവൻ ഔലിയാന്ന് പറഞ്ഞ് നടക്കുക പിന്നിലേ. എന്നാലും നമ്മൾ അങ്ങനെ ഔലിയയിൽ വിശ്വസിക്കേണ്ടതില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും വലിയ ഔലിയ. ആരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്ന് പറഞ്ഞ, ലോകത്തിന് മുഴുവനും അനുഗ്രഹമായിട്ടല്ലാതെ പ്രവാചകരെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞ അത്രയ്ക്കും ശ്രേഷ്ഠനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന നിമിഷം വരെ, അവസാനത്തെ സമയം വരെ ആ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. ഒരൊറ്റ അമൽ സാലിഹാത്ത് ഞാൻ പ്രവാചകരായതുകൊണ്ട്, ഞാൻ വലിയ ആളായതുകൊണ്ട് ഞാൻ നോക്കുന്നില്ല, ഞങ്ങൾ നോക്കിക്കൊള്ളി എന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലായി? അതാണ് ഇസ്ലാമിന്റെ മാതൃക. ആ നബിനേക്കാളും വലിയൊരു ഔലിയൊന്നും ഇവിടെ വരാനില്ല. അതുകൊണ്ട് നമ്മളെ വഞ്ചിക്കാൻ പലരും പല കോലത്തിലും. ആ കോലങ്ങളൊന്നും നമ്മൾ എന്താക്കേണ്ടതില്ല, വകവെക്കേണ്ടതില്ല. നമ്മൾ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മനസ്സിലാക്കിയ സത്യം അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുക. അത് ചില ആളുകൾ സ്വീകരിച്ചെന്ന് വരും, ചില ആളുകൾ പരിഗണിച്ചെന്ന് വരും, ചില ആളുകൾ പരിഗണിച്ചില്ല എന്ന് വരും, കളിയാക്കിന്ന് വരും. പറഞ്ഞൂടെ നൂഹ് നബിയൊക്കെ കപ്പൽ ഉണ്ടാക്കുമ്പോൾ ഓരോരുത്തർ വന്നിട്ട് എന്തെല്ലാം സോനിയാസ കാണിച്ചിരുന്നതെന്നറിയോ? ഇന്ന് കപ്പലിന്റെ പണിയെടുത്തിട്ട് മൂപ്പര് വീട്ടിലേക്ക് പോയാല് അന്ന് രാത്രി വന്നിട്ട് അതിൽ മറച്ചിരുന്നു. പിറ്റേന്ന് സ്വന്തം കൈകൊണ്ട് നന്നാക്കണം, ഇന്ന് ഞാൻ കപ്പലിന്റെ പണിയെടുക്കാൻ. അങ്ങനെ എന്തെല്ലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്ന വഴിയിൽ ഉള്ളൊരു സ്ത്രീ നബി ഇങ്ങനെ നടന്നു പോകുന്ന ഇങ്ങനെ നോക്കിക്കുന്നു. പെരന്റെ മുകളിൽ നിന്ന് അടിച്ചുകൊണ്ട് നബിയുടെ തലയിൽക്കിടും. നബി ക്ഷമിച്ചു. അതുപോലെ യാതനകൾ, വിഷമങ്ങൾ സഹിക്കേണ്ടി വരും. ചിലപ്പോൾ ആ സഹിക്കൽ നമുക്ക് സമാധാനം നൽകും. ഞാൻ എന്റെ വിശ്വാസത്തിന് വേണ്ടി, ഞാൻ എന്റെ ദീനിന് വേണ്ടി. അതല്ലേ ഹാഷിം ദിഫായി പറഞ്ഞത്? നാളെ രാവിലെ തൂക്കാൻ വേണ്ടി വിളിച്ച ഹാഷിം ദിഫായി ഇന്ന് രാത്രി പാപ്പാക്ക് കത്തെഴുതി എന്നാ പറയുന്നത്. കത്തെഴുതുമ്പോൾ അതിൽ എഴുതിയതാണ്, എന്റെ പ്രിയപ്പെട്ട പിതാവേ,
അബത്തായ മാതാ ഖത്തഹുത്തു ബനാനി അൽഹബിൽ വൽജല്ലാദു മുൻതമിറാനി. എന്റെ പ്രിയപ്പെട്ട പിതാവേ, എന്റെ പ്രിയപ്പെട്ട മാതാവേ, ഞാൻ എന്തെഴുതണം? എന്നെ തൂക്കാനുള്ള ആരാച്ചാറ്, അതേപ്രകാരം തൂക്കാനുള്ള കയറുവിതാ തൂങ്ങിക്കിടക്കുന്നു. അവർ സമയം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, വാച്ചിൽ നോക്കിയിട്ട് സമയം ഒപ്പിക്കുകയാണ്. ആ സമയത്താണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. എനിക്ക് സമാധാനമുള്ള എന്താണെന്നറിയോ? ഞാൻ വളരെക്കാലം മോമിനായി ജീവിച്ചു. പക്ഷേ ഈ അവസാന നിമിഷത്തിലാണ് എനിക്ക് വിശ്വാസത്തിന്റെ മധുരം ആസ്വദിക്കാൻ സാധിക്കുന്നത്. ഈ അവസാന നിമിഷത്തിൽ മാത്രമേ എനിക്ക് വിശ്വാസത്തിന്റെ മധുരം ആസ്വദിക്കാൻ സാധിച്ചിട്ടുള്ളൂ. കാരണം നാളെ കാലത്ത് ഹാഷിമിത കൊലക്കയറിൽ കിടന്ന് ഹാഷിമിന്റെ ജഡം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കളിക്കും. അതെ, ഹാഷിം എന്തിനു മരിച്ചു? ഏതിനു മരിച്ചു? കട്ടതിന് വേണ്ടിയിട്ടാണോ? കൊല ചെയ്തതിന് വേണ്ടിയിട്ടാണോ? കള്ളത്തരത്തിന് വേണ്ടിയിട്ടാണോ? രാജ്യദ്രോഹത്തിന് വേണ്ടിയിട്ടാണോ? വഞ്ചന ചെയ്തതുകൊണ്ടാണോ? അല്ല, ഹാഷിം മനസ്സിലാക്കിയിട്ടുള്ള സത്യം തുറന്നു പറയുക എന്ന സത്യം ചെയ്തു പോയി. അതെ, എന്റെ വിശ്വാസത്തിന് വേണ്ടിയിട്ട്, എന്റെ വിശ്വാസത്തിന്റെ വിലയായിട്ട് ഞാൻ എന്റെ ആത്മാവിനെ കൊടുക്കുന്നു, അത് ഞാൻ സംതൃപ്തനാണെന്ന് പറഞ്ഞ അസിന്തിപ്പായിക്ക് അവസാനം ഇസ്ലാമിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ അദ്ദേഹം സന്തുഷ്ടി പ്രകടിപ്പിക്കുകയാണ്. മനസ്സിലായ? അപ്പോ ഇതുപോലെ വല്ല ത്യാഗവും ഇസ്ലാമിന് വേണ്ടി ചെയ്യാൻ സാധിച്ചുവെങ്കിൽ അതിൽ നമുക്ക് സംതൃപ്തി കാണണം. ഒരു തുള്ളി വിയർപ്പ് ഇസ്ലാമിന് വേണ്ടി ഒഴുക്കാൻ കഴിഞ്ഞെങ്കിൽ അൽഹംദുലില്ലാ, എനിക്കതിന് അനുഗ്രഹിക്കല്ല റബ്ബേ എന്ന് നമുക്ക് തോന്നണം. അപ്പോഴാണ് നമ്മുടെ വിശ്വാസം നമ്മെ നിയന്ത്രിക്കുന്നത്. അങ്ങനെ വിശ്വാസം നിയന്ത്രിക്കുന്ന മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ അല്ലാഹു തആല എല്ലാവരെയും ചേർക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയത്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. കാരണം ഇന്ന് രണ്ടാമത്തെ പ്രസംഗമാണ്. നിങ്ങൾക്ക് കേൾവി ഒന്നാമത്താണെങ്കിൽ എനിക്ക് പറയുക രണ്ടാമത്താണ്. തന്നെയല്ല രാവിലെ പഠിക്കുവാനുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനം ഒരു സാരിഹാമലാക്കി തരട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. അപ്പോ അങ്ങനെയാണ് സീതയെ തിരിച്ചു കൊണ്ടുവന്നേ. അങ്ങനെ സീതയെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ സീതയോട് അയാൾ പറഞ്ഞ എന്താണ്? നീ ഗർഭിണിയാണ്, എനിക്ക് സംശയമുണ്ട്. എടാ, ദൈവത്തിന് എങ്ങനെയാ സംശയം ഉണ്ടാവുക? ദൈവത്തിന് നമ്മുടെ മനസ്സൊക്കെ അറിയാവുന്ന പറയുന്നത്. സ്മാരകമാക്കാൻ പറയോ? CPM-ന്റെ വല്ല പാർട്ടി ഓഫീസിൽ തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ സ്മാരകമാക്കണം. AK സെന്റർ സ്മാരകമാക്കണം പറഞ്ഞു നോക്ക്, അത് പറ്റത്തില്ല. അപ്പൊ അവിടെ അടിയായി പിടിയായി. പക്ഷെ ഇവിടെ സ്മാരകമാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിന്ദുക്കൾക്ക് ബ്രാഹ്മണ മേധാവികൾക്ക് അനുകൂലമായ ഒരു നിലപാട് വളരെ ബോധപൂർവ്വം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോ ധാരാളം വചനങ്ങൾ ഇവർ ചെയ്ത് നമ്മുടെ ഉദാഹരണമുണ്ട്. ജ്യോതിബാസു ഭരിക്കുന്ന പശ്ചിമ ബംഗാളിലാണ് 303 മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്ത സംഭവം ഉണ്ടായി. ഒരു വർഷം കഴിഞ്ഞതുകൊണ്ട് മുർഷിദാബാദിൽ കമ്മ്യൂണിസ്റ്റുകാരാ കൊല ചെയ്തത്. അപ്പൊ അവരാണ് പെട്ടെന്ന് പറയുന്ന സ്മാരകമാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ രഹസ്യം വരെയൊന്നുമല്ല, വളരെ ബോധപൂർവ്വം മുസ്ലിങ്ങളെ അവരെ വഞ്ചിക്കുക. അപ്പൊ ആ വഞ്ചന മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇപ്പൊ ഇവിടുത്തെ ചില കമ്മ്യൂണിസ്റ്റുകാർ വേഷം കിട്ടുന്നത്. ഇവർ ദളിതുകൾക്കും അപകടകാരികളാണ്, ഇവിടുത്തെ മുസ്ലിങ്ങൾക്കും അപകടകാരികളാണ്. അതുകൊണ്ട് അത്തരം ഈ മുതലക്കണ്ണീരിൽ വീഴിപ്പോകാതെ നമ്മളും വളരെ ബോധപൂർവ്വം ഈ കാര്യത്തെ ഗൗരവമായിട്ട് എടുക്കുവാൻ നാം തയ്യാറാണ്. പിന്നെ ജൂതന്മാര് വോട്ട് പോലും സവർണ നേതാക്കൾ ഐക്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റുഷിദിമാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഓർഗനൈസ് എന്ന് പറയുന്ന RSSന്റെ പത്രം അങ്ങോട്ട് എഴുതി റുഷിദിയെ, സൽമാൻ റുഷിദിയെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്താ ഈ റുഷിദി ഇവനും തമ്മിലുള്ള ബന്ധം? അപ്പോ ജൂതന്മാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുമായി സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നു ഇന്ത്യയിലെ ആര്യന്മാർ. അവർ ജർമ്മനിയിൽ ഇവിടുത്തെ അന്ന് നമുക്കറിയാം ഭയങ്കരമായ പോരാട്ടങ്ങൾ നടത്തിയ ആളാണ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ആള്. ലോകം മൊത്തം കീഴടക്കുമെന്ന് പറഞ്ഞ അയാൾ ഒരു നമ്പൂരിയാണല്ലോ, ആര്യനാണല്ലോ. ആ ഹിറ്റ്ലറുമായി കത്തിടപാടുകൾ നടത്തി ഇന്ത്യയിലെ ആര്യന്മാർ. അതിന്റെ തെളിവ് പ്രസ്ഥാനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഉറിയിത്ത മദർ ഓഫ് ഹിറ്റ്ലർ, ഹിറ്റ്ലറുടെ അമ്മയാരെ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പുസ്തകത്തിൽ വളരെ വ്യക്തമായ ചരിത്രരേഖകൾ വെച്ചുകൊണ്ട് ഒരു പുസ്തകം ഞങ്ങൾ പുറത്തിറക്കി. അപ്പോ ലോകത്തിന് മുഴുവനും ഒരു അപകടകാരികളാണ്. ഈ രാജ്യം അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ രാജ്യത്തെ രക്ഷിക്കണമെങ്കിൽ ഒരു അമ്പലത്തിന്റെയോ പള്ളിയുടെയോ പ്രശ്നമല്ല ഇത്. ഈ രാജ്യത്തിന്റെ സമാധാനം, ഈ രാജ്യത്തിന്റെ ഐക്യം, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അത് സംരക്ഷിക്കേണ്ടത് ഈ രാജ്യത്തെ ജനങ്ങളാണ്. ഈ രാജ്യത്തെ ജനങ്ങൾ ആരാണ്? ഈ രാജ്യത്ത് ഭൂഭൂരിപക്ഷം വരുന്ന മുസ്ലിം, ക്രിസ്ത്യൻ, പിന്നോക്ക, പട്ടികജാതി, പട്ടികവർഗ, ആദിവാസി ജനവിഭാഗങ്ങളടങ്ങുന്ന, ദളിത് ജനവിഭാഗങ്ങളടങ്ങുന്ന 90% വരുന്ന നമ്മൾ യഥാർത്ഥ ഇന്ത്യക്കാർ. അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് പോരാടേണ്ടത് നമ്മുടെ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്. ഇനിയും അറവുശാലയിലേക്ക് ആടുകളെ കൊണ്ടുപോകുന്ന ഇറച്ചിക്കാരന്റെ കാര്യം നമുക്കറിയാം. അവിടെ നമ്മളിങ്ങനെ പച്ചിലകൾ കാണിച്ചു കൊടുക്കും ഈ ആടിന്. അപ്പൊ ആട് പച്ചിലയുടെ പുറകെ വരുന്നത് പോലെ ഇവിടെ RSSകാരൻ വന്നിട്ട് പട്ടികജാതിക്കെന്ന് പറയുന്നത് നീമ്പ നമുക്ക് അമ്പലം പിടിച്ചെടുക്കാം, നമുക്ക് അമ്പലമാണ് പിടിച്ചെടുക്കാവുന്നത്.
ഈ RSSകാരാണ് വടക്കേ ഇന്ത്യയിലെ തിരുവീതികളിൽ ആയിരക്കണക്കിന് കറുത്തവർക്കാരനെ കൂട്ടക്കൊല ചെയ്തു. RSSകാരന്റെ ഒരു ഗ്രന്ഥമുണ്ടല്ലോ, ആ ഗ്രന്ഥമാണ് വിചാരധാര. ഇവിടെ ഏതെങ്കിലും പട്ടികജാതിക്കാർ എന്നെ ശ്രദ്ധിക്കുന്ന പിന്നോക്കജാതിക്കാരനുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ ശാഖകളിൽ പോകുമ്പോ ഈ വിചാരധാര മേടിച്ചൊന്ന് വായിച്ചു നോക്കുക. ഞാനും പോയതാ ചെറുപ്പത്തിൽ ശാഖ കുറെ വടിയൊക്കെ കറക്കാൻ. അവിടെ പറഞ്ഞു തരുന്നത് എന്താണ്? ശാഖകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മനുഷ്യനെ ബോധവൽക്കരിക്കുന്നതാണ്, മനുഷ്യനെ നന്മയിലേക്ക് നയിക്കേണ്ടതാണ് വിദ്യാഭ്യാസം. പക്ഷെ ശാഖകളിൽ തരുന്നത് വിദ്യാഭ്യാസമല്ല, അവിടെ കൊടുക്കുന്ന പരിശീലനമാണ്. കണ്ണെന്തറിയോ, കുരങ്ങിനെ സർക്കസ് കാണിക്കാൻ പരിശീലിപ്പിച്ചാൽ അത് കുരങ്ങ് സർക്കസ് കാണിക്കും. ആനയെ പോലും സർക്കസ് പരിശീലിപ്പിച്ചാൽ അത് ചെയ്യും. കുതിരയെ സർക്കസ് കാണിപ്പിച്ചാൽ അത് ചെയ്യും. പരിശീലനമാണ്. ഇതുപോലെ RSSകാരെ പരിശീലിപ്പിക്കുന്നു. ലാത്തിയെടുത്ത് പാവപ്പെട്ട ആദിവാസികളുടെ കൈ കൊടുത്തുകൊണ്ട് ഞങ്ങളുടെയൊക്കെ കൈ ഇങ്ങോട്ട് തന്നിട്ട് തല്ലി മുസ്ലിമിനെ. ഇതാണ് കാണിക്കുന്നത്. മുസ്ലിമാണ് അപകടകാരി. ഒരേ രക്തബന്ധത്തിലുള്ള വ്യത്യസ്ത മതവിഭാഗങ്ങൾ സ്വീകരിച്ചു എങ്കിലും ഈ രാജ്യത്തിന്റെ പൈതൃകം ഉൾക്കൊള്ളുന്ന ഈ രാജ്യക്കാരായ മുസ്ലിമിനെയും പട്ടികജാതിക്കാരനെയും പിന്നോക്കജാതിക്കാരനെയും മുസ്ലിമിനെ തമ്മിലടിപ്പിക്കുക ആയുധങ്ങൾ കൊണ്ട്. ചപ്പാൽ രണ്ടുപേരും കുറുക്കനെ ഉണ്ടല്ലോ, പണ്ട് കുഞ്ഞാടുകളെ തമ്മിലടിപ്പിച്ച് രക്തം കുടിച്ച കുറുക്കനെ പോലെ സവർണ മേധാവികൾ ഈ രാജ്യത്ത് മുസ്ലിമിനെയും പിന്നോക്കജാതിക്കാരനെയും രണ്ട് തട്ടിലാക്കിയിട്ട് തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതേസമയം അതേ RSSകാരന്റെ വിചാരധാര എന്ന് പറയുന്ന പുണ്യഗ്രന്ഥത്തിൽ അവർ എഴുതി വെച്ചിരിക്കുന്നു. വിചാരധാര ഗോൾവാൾക്കർ എഴുതിയതാണ്, RSSന്റെ ഗുരുജി. അതിന്റെ 401-ാമത്തെ പേജിൽ മണ്ണിന്റെ മക്കളായ അസുരവിത്തുകളെ ഉന്മൂലനം ചെയ്തിട്ട് മാനവധർമ്മത്തിന്റെ സ്വേച്ഛാധിപത്യം സ്ഥാപിക്കുകയാണ് ലക്ഷ്യം, നമ്മളിൽ അർപ്പിതമായിരിക്കുന്ന കടമ എന്ന് RSS എഴുതി വെച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ ആദിവാസി ജനവിഭാഗങ്ങളെ ഉന്മൂലനം ചെയ്യുക, എന്നിട്ട് ബ്രാഹ്മണാധിപത്യം സ്ഥാപിക്കുക. ഇത് ലക്ഷ്യമായി എഴുതി വെച്ചിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പുറകെയാണ് പാവം പട്ടികജാതിക്കാരൻ പിന്നോക്കജാതിക്കാരൻ പോകുന്നത്. ഹിന്ദു ഐക്യം എവിടെയായത്? നരകത്തിലേക്കുള്ള പാസ്പോർട്ടാണ്. അപ്പോ ഇത് മനസ്സിലാക്കുവാൻ ഇവിടുത്തെ പിന്നോക്കജാതിക്കാരൻ തയ്യാറാവുക. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ ഒറ്റക്കെട്ടായി നിൽക്കാൻ തയ്യാറാവുക. പിന്നെ ഈ രാജ്യത്ത് മുസ്ലിമിന്റെ പ്രത്യേകമുള്ള പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പ് ഇവിടെ പരാമർശിക്കപ്പെട്ടതാണ് ഈ പള്ളി. നമുക്കറിയാം, മിസ്സിംഗ് ചാപ്റ്റേഴ്സ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ പുസ്തകം വെച്ചുകൊണ്ട് ഇറ്റലി ഹിന്ദുരാഷ്ട്രമാണെന്ന് പറഞ്ഞോമ്മ, പോപ്പ് ഒരു ഹൈന്ദവ പുരോഹിതനാണെന്ന് പറഞ്ഞവർ അവിടെ കൊണ്ട് തീർന്നില്ല. ഇപ്പൊ ഒരു ലെറ്റർ അയച്ചിരിക്കുന്നു. ഇന്ത്യൻ പോസ്റ്റ് എന്ന് പറഞ്ഞ് ബോംബെയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഒരു പത്രമാണ്, വലിയൊരു പത്രമാണ്. ആ പത്രത്തിൽ എഡിറ്റർക്കുള്ള കത്തുകളിനകത്ത് ഒക്ടോബർ 9-ാം തീയതി PN ഓക്ക് എന്ന് പറയുന്ന പൂനാബ്രാഹ്മണനായ ചരിത്ര പണ്ഡിതൻ അയാളൊരു കത്ത് എഴുതി. അതിനകത്ത് അയാൾ പറഞ്ഞിരുന്നത്, The world needs to be informed that every Muslim is the descendant of the captured Hindu. Since before 622 AD, there was no Islam. 622 AD വരെ മുസ്ലിം എന്ന് പറയുന്നത് ഇല്ലായിരുന്നു. ഹിന്ദുക്കൾ പിടിച്ചടക്കപ്പെട്ടവരാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ. നോക്കണം, ഹിന്ദുക്കളുടെ ഭാഗമാണ്. Besides, Islam is the Sanskrit word ഇസലായം, മീനിങ് ദ ടെമ്പിൾ ഓഫ് ഗോഡ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസലായം എന്ന് പറയുന്ന സംസ്കൃത വാക്കിന്റെ മറ്റൊരു പേരാണ്. ഇസലായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ക്ഷേത്രമെന്നാണ്. അതുകൊണ്ട് ഇസ്ലാം ഉണ്ടായത് ഹിന്ദുവിൽ നിന്നാണ്, സംസ്കൃത പദത്തിൽ നിന്നാണ്, ഇസലായത്തിൽ നിന്നാണ്. പറയുന്ന PN ഓക്ക് എന്ന് പറയുന്ന വലിയൊരു ചരിത്ര പണ്ഡിതൻ അമ്പൂരിയ. ടെമ്പിൾ ഓഫ് ഗോഡ് ഇറ്റ് കംസ് ഫ്രം the Kaaba, which housed the idol of 360 Vedic deities. കാബ എന്ന് പറയുന്നത് അവിടെ 360 ദേവികളെ വളരെ തമാശയുള്ള കാര്യമാണ്. നിങ്ങൾ കേൾക്കണം, അപകടം എവിടേക്കാ പോകുന്നത്. ലോകം മുഴുവൻ ഇവരുടെ കുത്തകയാണെന്ന് പറഞ്ഞ് ബാബാരി മസ്ജിദ് ഇപ്പൊ അമ്പലമാണെന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് തീരാതെ ഇപ്പൊ വിശുദ്ധ കാവയെ കയറി പിടിച്ചേക്കാണ്. 360 ദേവിമാർ അവിടെ ഉണ്ടെന്ന്. നാളത്തെ സമരം കാവ വിട്ടെടുക്കാൻ സൂക്ഷിക്കുകമാര്. The Islamic or rather pre-Islamic tradition that the Kaaba was founded by Ibrahim is absolutely correct. It is realized that Ibrahim is the Muslim corruption of the Jewish name Abraham, which is in turn is a mispronunciation of the Vedic Brahma. നോക്കണം, ഇബ്രാഹിം നബി അത് സ്ഥാപിച്ചു. ഇബ്രാഹിം നബി വെച്ചാൽ ഇബ്രഹാം എന്ന് വിളിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളുടെ ആളാണ്. ആ ഇബ്രഹാം എന്ന് പറയുന്ന ബ്രഹ്മ എന്ന് പറയുന്ന ഒരു ഭയങ്കര വേദ പണ്ഡിതൻ ഉണ്ടായിരുന്നു, ഒരു വേദ ദൈവം ഉണ്ടായിരുന്നു. അയാളാണ് കാവ സ്ഥാപിച്ചത്. പോയില്ലേ? അപ്പൊ മതം പോയി. അപ്പൊ ഇസ്ലാം മതത്തിനെ പോലും ആക്രമിച്ചുകൊണ്ട് കാവ പോലും അപകടമാണ് എന്ന് പറയുന്നവർ നാളെ ഇനി എന്ത് പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാം അപകടമാണെന്ന് പറയുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടായിരിക്കുന്നു. താഴെ കാണുന്ന മൊത്തം വേണ്ടത് ഹിന്ദുമായം. അപ്പൊ അതുകൊണ്ട് ദൈവത്ത് മുസ്ലിം സഹോദരന്മാരെ സൂക്ഷിക്കുക. ബാബാരി മസ്ജിദ് ഇപ്പൊ പോയി കഴിഞ്ഞാൽ നാളെ കാവയും പോയി ഇനി അങ്ങോട്ട് പോകും. അവസാനം പള്ളികൾ മൊത്തം ഒന്നാടതാകും.
ഇതാണ് ഈ രാജ്യത്തെ ബുദ്ധമതക്കാർക്ക് ഞങ്ങളോട് ഇവർ ചെയ്തത്. ഇനി എന്തായാലും ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ്, ഈ രാജ്യത്തൊട്ടാകെയുള്ള കറുത്ത വർഗ്ഗക്കാരുടെ ബുദ്ധവികാരങ്ങൾ തിരിച്ചു കിട്ടുവാൻ വേണ്ടി ഇന്ന് ഞങ്ങൾ ഇന്ത്യയിലൊട്ടാകെ സമര പരിപാടികൾ ഈ ദളിത് പ്രസ്ഥാനം മുന്നോട്ട് വെക്കാൻ പോവുകയാണ്. ആ സമരം പൊട്ടിപ്പുറപ്പെടുന്നതിന്റെ സൂചനയായിട്ട് അതിന് കുറച്ച് പ്രചരണങ്ങൾ പരിപാടികൾ നടത്തി കഴിഞ്ഞപ്പോഴാണ് ബോംബെയിൽ ഞങ്ങളുടെ ബുദ്ധവികാരങ്ങൾ ശിവസേനക്കാരും RSകാരും കൂടി ആഴ്ചകൾക്ക് മുമ്പ് തട്ടുടച്ച് താറുമാറാക്കി. അതിനെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മുടെ മാധ്യമ പത്രത്തിൽ നമ്മൾ വായിച്ചു. അവിടെ ദളിത് കോൺഗ്രസിന്റെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ 4-3 പ്രവർത്തകരെ വെടിവെച്ച് കൊന്ന സംഭവം ഉണ്ടായി. എന്താണ്, ഇന്നും ബുദ്ധവികാരങ്ങൾ പിടിച്ചെടുത്തിട്ട് അത് അമ്പലങ്ങളാക്കി മാറ്റുന്ന ഹൈന്ദവ പ്രക്രിയ ഇന്നും നടമാടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ ബോധപൂർവ്വം നമ്മളെയൊക്കെ തന്നെ വഞ്ചിക്കുന്ന, നശിപ്പിക്കുന്ന ഒരു തന്ത്രം ഇതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് ഈ ബാബാരി മസ്ജിദ് എന്ന് പറയുന്നത് തീർച്ചയായും ചരിത്രം പറയുന്നു അത് മുസ്ലിമിന്റേതാണ്. യാതൊരു സംശയവും ഈ രാജ്യത്ത് ബഹുഭൂരിപക്ഷം വരുന്ന പിന്നോക്ക ജാതിക്കാരന്, ഈ രാജ്യത്തെ സിഖുകാരന്, ഈ രാജ്യത്തെ ക്രിസ്ത്യാനിക്ക് ആർക്കും പരാതിയില്ല. പിന്നെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവർണ മേധാവികൾക്കാണ്. അവർ പല തട്ടുകളിൽ നിന്നുകൊണ്ട് പല രൂപത്തിൽ ഇവരെ നമ്മളെ വഞ്ചിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവരെ മനസ്സിലാക്കുക. പല രാഷ്ട്രീയ കുപ്പായങ്ങൾ ഇവർ ധരിച്ചാലും പ്രശ്നം വരുമ്പോൾ ഒരു ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇവിടുത്തെ മുസ്ലിമിനെ ഒറ്റിക്കൊടുക്കും. അതുകൊണ്ട് ഇവിടെ സുന്നിയെന്നും ജമാഅത്തെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള വിഭജനങ്ങൾ അത് ഞങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. കാരണം എന്താ അറിയോ, ഞങ്ങളും ഖുർആൻ വായിക്കുന്നവരാണ്, ബൈബിൾ വായിക്കുന്നവരാണ്, ബുദ്ധമതം പഠിക്കുന്നവരാണ്. അവിടെയെങ്കിലും തന്നെ ഞങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ഞങ്ങൾ കാണുന്ന മതങ്ങളിലൊന്നും വിഭാഗീയതയെ കുറിച്ച് പറയുന്നില്ല. വളരെ ബോധപൂർവ്വം ഈ ആര്യന്മാരിപ്പോ ഷിയാക്കടതാണ് അമ്പലം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഷിയാ മുസ്ലിം സംഘടന പോലും അതിന്റെ ഇടയിൽ ഉണ്ടാക്കി വെക്കാൻ ഹിന്ദു നാസികൾ തന്ത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൽ ഈ രാജ്യത്തെ മുസ്ലിം വീണ് പോകരുത്. കാരണം എന്താ, കഴിഞ്ഞ 8 നൂറ്റാണ്ടായിട്ട് എല്ലാ കളികളും കളിച്ചിട്ട് ഇവിടുത്തെ ഇസ്ലാമിനെ സൃഷ്ടിക്കാൻ ഇവന്മാർ കഴിച്ചിട്ടില്ല. ഇവർ ലോകത്തൊട്ടാകെ പോയി വിശ്വബന്ധു പറഞ്ഞിട്ടുണ്ട്. അറബി രാജ്യങ്ങളിൽ ഇപ്പൊ പേടിയാണ്. അവിടെ പോയി ഇപ്പം വിശ്വബന്ധു സ്ഥാപിക്കത്തില്ല, ഒരു പരിപാടിയും സ്ഥാപിക്കത്തില്ല. അപ്പൊ ആകെപ്പാടെ ഇവര് പേടിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിമിനെ, കാരണം ഇവന്റെ ഫിലോസഫി എന്ന് പറയുന്നത് ശരിയാവത്തില്ലല്ലോ. ഇവര് 30-30 ദൈവം ഉണ്ടെന്ന് പറയും, ഇത് ഒന്നേ ഉള്ളെന്ന് പറയും. അപ്പൊ ഇത് അങ്ങനെ ശരിയാവത്തില്ല. 10 ദൈവമാണെന്ന് അവന്മാർ പറയും, ഇവിടെ 10 തിന്നും. അപ്പൊ ഇത് അങ്ങനെ ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇവന്മാർ ഇതിനെ മുക്കാനാവുന്ന പണി നോക്കും. പണ്ട് ക്രിസ്ത്യാനികളെ മുക്കി എങ്ങനെ അറിയോ, ഇപ്പൊ കന്യാസ്ത്രീകളൊക്കെ ഖാദിവസ്ത്രമാണ് ധരിക്കുന്നത്. ഖാദിവസ്ത്രമേ കന്യാസ്ത്രീകള്, കയ്യിൽ രുദ്രാക്ഷമാല. അവിടെ കുരിശൊക്കെ ഇപ്പൊ മാറ്റിയിട്ട് അതിന് നല്ല മോഡലിലൊക്കെ ഇപ്പം വരികയാണ്, ഹിന്ദു മോഡലിൽ. അത് സ്വസ്തിക്കാണെന്ന് പറയുന്നത്. അവിടെ ഇപ്പൊ ശിവന്റെ മോഡലിൽ കുരിശ് പണിയുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന് ഇപ്പൊ പള്ളികളിൽ നിലവിളക്ക് കത്തിക്കുന്ന മെഴുകുതിരിയല്ല. അപ്പൊ അങ്ങനെ ക്രിസ്ത്യാനികളെ മുക്കി അവര് ഹൈന്ദവൽക്കരിക്കപ്പെട്ടു. ഇനി ഇവിടുത്തെ മുസ്ലിമിനെ കൂടി മുക്കാൻ, സിഖുകാരെ മുക്കാൻ നോക്കി അവരങ്ങനെ അങ്ങ് മുങ്ങത്തില്ല. അവർ 2% ഉള്ള പക്ഷെ അങ്ങനെ അങ്ങ് മുങ്ങിക്കൊടുക്കത്തില്ല. അവർക്ക് താടിയൊക്കെ ഉണ്ടത് പഠിക്കാൻ പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല. ആസാമിലെ മുസ്ലിങ്ങളെ അവന്മാര് കളിപ്പിച്ചു. അവിടെ കുറെ മൗലാനമാരെയൊക്കെ രംഗത്തിറക്കിയിട്ട് പറഞ്ഞു താടിയൊക്കെ ആവിഷ്കൃതമാണ്. മുസ്ലിം ചെറുപ്പക്കാർ പറഞ്ഞു താടിയൊക്കെ പോക്കാണ്. അത് കാരണം മോഡേൺ സംസ്കാരം ഇങ്ങോട്ട് വന്നില്ലേ, അവിടെ താടി പോയി. പിന്നെ അവരോട് പറഞ്ഞു അറബി ഭാഷ ഒന്നും സംസാരിക്കരുത്. എന്താ നല്ല ഇംഗ്ലീഷില്ലേ, അറബി പോയി, ഉറുദു പോയി. അങ്ങനെ ആദ്യം ഈ ഒരു മതത്തെ നശിപ്പിക്കാൻ ആദ്യം ഭാഷ നശിപ്പിക്കും. ഞങ്ങളെ അങ്ങനെ നശിപ്പിക്കുക. കാരണം ഇത് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഈ രാജ്യത്തെ ഒരു കറുത്ത വർഗ്ഗക്കാരൻ, പട്ടികജാതിക്കാരൻ, ദലിത് ഈ കാര്യങ്ങൾ പറയുന്ന ആര്യന്മാര് ഞങ്ങളെ നശിപ്പിച്ച ഇതുപോലെ ആദ്യം അവന്മാർ പറഞ്ഞു ഞങ്ങളുടെ ചെന്തമിഴ് പറയരുത്, നമുക്ക് ചെന്തമിഴ് നശിപ്പിച്ചിട്ട് സംസ്കൃതം കൂടി കുത്തിക്കയറ്റി മലയാളം പറയാമെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ പറയുന്ന മലയാളം എന്ത് ചെയ്യാൻ, എന്റെ ഭാഷ എനിക്കറിയില്ല. ഞങ്ങളുടെ ചെന്തമിഴ് പാവപ്പെട്ട ആദിവാസിക്കിടയിൽ പോയാൽ ഇപ്പൊ അറിയാം. ഞാൻ വയനാട്ടിൽ പോയി പാടുപെട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അങ്ങനെ ആ ഭാഷ നശിപ്പിച്ചു, ആചാരങ്ങൾ നശിപ്പിച്ചു, ആര്യന്മാരുടേതാക്കി മാറ്റിയതുപോലെ ഈ രാജ്യത്തെ മുസ്ലിമിന്റെയും ആചാരങ്ങളൊന്നൊന്നാക്കി മാറ്റിയിട്ട് അറബി ഭാഷയൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ട് താടിയൊക്കെ അങ്ങോട്ട് എടുത്തു കളഞ്ഞിട്ട് മുഴുവൻ സിംബലുകളും കളഞ്ഞിട്ട് അവസാനം ഹിന്ദു ഇസ്ലാം ആവുക. ദീനിലാക്കി സ്ഥാപിച്ചോണ്ടെന്ന് നോക്കിയത്. അങ്ങനെ അക്ബർ ദ ഗ്രേറ്റ് ഉണ്ടായിരുന്നു. അപ്പോ എന്ന് പറയുന്ന പോലെ ഇവര് പല തന്ത്രങ്ങളും നോക്കും. അതിന് പലരെ ഇപ്പൊ ഇവർ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദേവി അത്തരം അപകടകാരികളെയും സൂക്ഷിക്കുക. സൂക്ഷിച്ചില്ല എങ്കിൽ ഇസ്ലാം 8 നൂറ്റാണ്ടായിട്ട് ഈ രാജ്യത്തുമാർക്ക് നശിപ്പിക്കാൻ പറ്റാതിരുന്നത് ഇവിടുത്തെ മുസ്ലിമിന്റെ കഴിവുകൊണ്ടല്ല, ഇസ്ലാമിന്റെ മാഹാത്മ്യം കൊണ്ടാണ്, ആ ഫിലോസഫിയുടെ മാഹാത്മ്യം കൊണ്ടാണ്, അതിന്റെ ദൈവികമായ ഗുണമാണ്. ആ ഗുണം മനസ്സിലാക്കുവാൻ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ തയ്യാറാണ്. അല്ലാതെ ഞങ്ങൾ മോചനത്തിന് വേണ്ടി ഇന്ന് ദളിതുകൾ പോലും അങ്ങോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളിപ്പോലും ഈ ഹിന്ദു മേധാവികളുടെ പീഡനം സഹിച്ചു വയ്യാതെ ആയിരക്കണക്കിന് ദളിതുകൾ ഇസ്ലാമിലേക്ക് വന്നു കഴിയുമ്പോൾ അവർ കാണേണ്ടത്, മോചനത്തിന് വേണ്ടി അവർ കാണേണ്ടത് തമ്മിലടിക്കുന്ന മുസ്ലിമിനെയല്ല, കുറ്റം പറയുന്നവരെയല്ല, മനുഷ്യാവകാശങ്ങൾക്ക് ഒറ്റപ്പെട്ടായി ഒറ്റ കൈയായി നിൽക്കുന്ന മുസ്ലിമിനെയാണ്. അതുകൊണ്ട് വിഭാഗീയതകൾ മാറ്റിവെച്ചുകൊണ്ട് മതത്തിൽ അധിഷ്ഠിതമായിട്ടാണ് നിൽക്കുവാൻ ഇവിടുത്തെ മുസ്ലിം തയ്യാറാവണം. കമ്മ്യൂണിസവും ഒന്നും മുസ്ലിമിന് ഒരു പ്രശ്നമില്ല. കാരണം എന്താ, അവിടെ റഷ്യൻ ചെമ്പടയെന്ന് പറയുന്ന അഫ്ഗാനിന്ന് പോയില്ലേ. ഈ അമ്പലമൊക്കെ ഇവര് പറഞ്ഞ് വിരട്ടൻ കാര്യം ശരിയാണ്. വെറും വളരെ കുറച്ച് മാത്രം പറയുന്ന അഫ്ഗാനിലെ മുജാഹിദുകളും മരത്തോക്കുകളും വെച്ചുകൊണ്ട് റഷ്യയുടെ ചെമ്പടയെ കെട്ടുകെട്ടിച്ചു എങ്കിൽ അതെന്തിന്റെ കഴിവാണ്? ഇസ്ലാമിന്റെ തന്റെ ഇടം തന്നെയാണ്, മാഹാത്മ്യം തന്നെയാണ്.
അതുപോലെ തന്നെ ലോകമൊട്ടാകെ ഞെട്ടിവരച്ചു ഇമാം ഖുമൈനി എന്തോക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കിയാലും ഒരു മഹത്വം ഞാൻ അംഗീകരിക്കുന്നു. ലോകത്തൊട്ടാകെയുള്ള മുസ്ലിമിന്റെ ആ വികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനുവേണ്ടി ഗർജിക്കുന്ന സിംഹമായി മാറുവാൻ ഇസ്ലാമിന്റെ അസ്തിത്വം നശിച്ചിട്ടില്ല, അതിന്റെ വ്യക്തിത്വം നശിച്ചിട്ടില്ല, അതിന്റെ ഭീകരതയല്ല, അതിന്റെ ആണത്വം നശിച്ചിട്ടില്ല എന്ന് പ്രഖ്യാപിച്ച ആളായിരുന്നു ഇമാം ഖുമൈനി. ആ തന്റെ ഇടം ഉണ്ടായി. അപ്പോ ആ തന്റെ ഇടം സൂക്ഷിക്കാൻ ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാർക്ക് കഴിയണം. ഈ രാജ്യത്ത് പട്ടികജാതിക്കാരൻ നാളെ കൊല ചെയ്യപ്പെട്ടാൽ ഞങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇവിടുത്തെ മുസ്ലിങ്ങൾക്കുണ്ട്. അത് ഖുറാനിൽ പറയുന്നുണ്ട്. ഖുറാനിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടവരെ അവകാശികളാക്കാനും അവരെ അനന്തരാവകാശികളാക്കാൻ അവരെ അനുഗ്രഹിക്കാൻ നാം ഉദ്ദേശിക്കുന്നു എന്ന് ഖുറാൻ പറയുന്നുവെങ്കിൽ അത് ഞങ്ങൾക്ക് കൂടിയുള്ളതാണ്. അതുകൊണ്ട് ഈ ഖുറാൻ എന്ന് പറയുന്നത് അത് മുസ്ലിമിന്റെ മാത്രം കുത്തകയാണെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കാതെ അതിനകത്തെങ്ങും മുസ്ലിം എന്ന് പറയുന്നില്ല. ഞാൻ എന്റെ സഹോദരന്മാർ പറയുന്നതൊക്കെ ഞാൻ കേൾക്കും. എനിക്ക് ഖുറാനൊക്കെ കേൾക്കുന്ന കൊണ്ട് എന്തായാലും ഹിന്ദു മതം പഠിക്കാൻ പാടില്ല, കാതിലേക്ക് ഒരിക്കും. അപ്പൊ ദൈവം ഇഷ്ടപ്പെടത്തില്ല. ഖുറാൻ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനൊന്നും നിയമമില്ല, അത് എല്ലാവർക്കും പഠിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു കേട്ടത് കുറച്ചൊക്കെ ശരിക്കും പ്രൊനൗൺസിയേഷനൊക്കെ ഇപ്പൊ കേട്ട് വരുന്നുള്ളൂ. യായു ഹന്നാസ്, ശരിയല്ലെങ്കിൽ തെറ്റുക, എല്ലാം മനുഷ്യരെ എന്ന് വിളിച്ചെന്നാണ്. അപ്പൊ മനുഷ്യ എന്ന് വിളിക്കുന്ന മനുഷ്യനെ എന്ന് വിളിക്കുന്ന ഖുറാനിൽ എന്തുകൊണ്ട് മുസ്ലിങ്ങളെ എന്ന് വിളിച്ചില്ല? അപ്പൊ മുസ്ലിമിന്റെ മാത്രമല്ല, ഹിന്ദുവിന്റെ മാത്രമല്ല. ഇതങ്ങനെയല്ല. ഇതൊരു മതത്തിന്റെ ഒരു പ്രത്യേക വിഭാഗത്തിന്റേതോ അല്ല. അതുപോലെ മക്കയിൽ ഇസ്ലാം അവതരിക്കുമ്പോൾ ആ ഖുറാന്റെ ഒന്നാമത്തെ അധ്യായങ്ങളുണ്ടല്ലോ, 80ഓളം സൂറകൾ, അതെന്ന് പറയുന്ന മുസ്ലിമിനോടായി പറഞ്ഞതല്ല. അന്ന് മുസ്ലിങ്ങളില്ല. അപ്പൊ അന്ന് അമുസ്ലിങ്ങളായ ജനവിഭാഗത്തെ ഇസ്ലാമികവൽക്കരിക്കാൻ വേണ്ടി ദൈവത്തിന്റെ പ്രബോധനങ്ങൾ അവർ ലഭിച്ചിട്ട് അവരെ മുസ്ലിങ്ങളാക്കി മാറ്റുവാൻ വേണ്ടി അമുസ്ലിങ്ങളുടെയിലാണ് ഇസ്ലാം അവതരിച്ചത്. 80ഓളം അധ്യായങ്ങൾ മുസ്ലിങ്ങൾക്കുള്ളതല്ല, അമുസ്ലിങ്ങൾക്കുള്ളതാണെങ്കിൽ ആ 80ഓളം അധ്യായങ്ങൾ തത്ത പഠിക്കുന്നത് പോലെ തത്ത പാടുന്നത് പോലെ ഇവിടുത്തെ മുസ്ലിം പാട്ട് എന്താ കാര്യം? പടച്ചവൻ എന്നോട് പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം എനിക്കല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുക? ആവില്ല. അപ്പൊ അതുകൊണ്ട് ഈ രാജ്യത്തെ അമുസ്ലിങ്ങളെ കൂടി ഇത് പഠിപ്പിച്ച് നന്നാക്കാൻ, ബോധവൽക്കരിക്കാൻ, അവരെ കൂടി വിമോചിതരാക്കാനുള്ള ബാധ്യതയെന്ന് മുസ്ലിങ്ങളോട് ചിന്തിക്കുന്നു. അപ്പൊ അതുകൂടി ഇതിന്റെ ഭാഗമായി നിങ്ങൾ കാണണം. ഇത് മതപരമായ ദൌത്യമാണ്, കടമയാണ്. ഇതാണ് ഞങ്ങൾക്ക് മുന്നിലൊക്കെ ഉള്ള അപേക്ഷ. ഞങ്ങൾക്കൊരു പ്രത്യേക മതത്തിന്റെ ഒന്നും അടിമകളായോ അല്ലെ ആരെയും പ്രത്യേകിച്ച് വിരോധമില്ല. ഇപ്പൊ ബ്രാഹ്മണ മേധാവത്തിന്റെ പല മറകൾ ഞങ്ങൾക്ക് തുറന്നു കാണിക്കേണ്ടി വന്നു. അത് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ്. ഒരു ബ്രാഹ്മണനോട് വ്യക്തിപരമായി നമുക്ക് ഉദ്ദേശമില്ല. അവർ ഉൾക്കൊണ്ടിരിക്കുന്ന ഈ ഭ്രാന്തൻ ഫിലോസഫി അത് 4000 വർഷമായി ഞങ്ങളെ തകർത്തടിച്ച് നശിപ്പിച്ചതുകൊണ്ട് അതിനോട് മാത്രമുള്ള വിഷമം കൊണ്ടാണ് സത്യങ്ങൾ വിളിച്ചു പറയണം എന്നുള്ള നിർബന്ധം കൊണ്ട് ഡോക്ടർ അംബേദ്കർ പഠിപ്പിച്ച കാര്യങ്ങൾ ഞങ്ങൾ വെട്ടി തുറന്നു പറയുന്നത്. അംബേദ്കർ പഠിപ്പിച്ച കാര്യം ഇസ്ലാമിനെ സ്നേഹിക്കാനാണ്. അതുപോലെ കമ്മ്യൂണിസ്റ്റുകാർ പോലും ഇന്നത് ഇസ്ലാമിലേക്ക് വരുന്നു. ഇമാം ഖുമൈനി ഗോർബച്ചോവിന് അയച്ച കത്ത് നമ്മൾ വായിച്ചു. അത് പോകട്ടെ, എം.എൻ. റോയി എന്ന് പറയുന്ന ലോക കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ ലോകത്ത് സ്ഥാപിച്ച എം.എൻ. റോയി പോലും ഹിസ്റ്റോറിക്കൽ റോൾ ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന പുസ്തകം എഴുതിക്കൊണ്ട് ശംസിത്വമായി പോലും കിടപിടിക്കുന്ന ഇസ്ലാമിന്റെ മഹാത്മ്യത്തെ കുറിച്ച് അദ്ദേഹം എഴുതി. അതുപോലെ തമിഴ്നാട്ടിൽ ഈ ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ നേതാവ് നിരീശ്വരവാദി, ദൈവമില്ല മതമില്ല എന്ന് പറഞ്ഞ ഇ വി രാമസ്വാമി നായ്ക്കർ പറഞ്ഞു ഇവിടുത്തെ പിന്നോക്ക രക്ഷപ്പെടാൻ ഇസ്ലാമിൽ പോകണമെന്ന്. അപ്പൊ എന്താ, ലോക ചരിത്രകാരന്മാർ പോലും അത് അംഗീകരിക്കാൻ നിർബന്ധിതരായതെന്താണ്? ആ ഇസ്ലാമിന്റെ അനുഭവം കൊണ്ടാണ്, ഇസ്ലാമിന്റെ സമത്വം കൊണ്ടാണ്, സാഹോദര്യം കൊണ്ടാണ്. പ്രത്യേകിച്ചും ഈ രാജ്യത്തെ കടത്തുടക്കാൻ ഇസ്ലാമിനുള്ള കടപ്പാട്. ഞങ്ങളുടെ പൂർവ്വമതമായ ബുദ്ധമതം സമത്വത്തിലും സ്വാതന്ത്ര്യത്തിലും സാഹോദര്യത്തിലും വിശ്വസിക്കുന്നു. ഇസ്ലാമിലും സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും. ഇതുകൊണ്ടാണ് ഈ മതമൂല്യങ്ങളാണ് നമ്മളെ സമന്വയിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ രാജ്യത്തൊരു മുസ്ലിമിന്റെ പ്രശ്നം, ഈ രാജ്യത്തൊരു പട്ടികജാതിക്കാരന്റെ പ്രശ്നം, കറുത്തുവെക്കാരന്റെ പ്രശ്നം, അത് ഒന്നാണ്. അതിനുവേണ്ടി തപ്പിക്കേണ്ട, അതിനുവേണ്ടി പ്രയത്നിക്കേണ്ട, പോരാടേണ്ട കടമ നമ്മൾ എല്ലാവരും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. ഇനി രാഷ്ട്രീയ പാർട്ടികളായ സ്മാർട്ട് ഡോഗ്സ്, ഞങ്ങളതിനെ വിളിക്കുന്നത് എന്താണെന്നറിയോ? രാഷ്ട്രീയ ചെന്നായ്ക്കളുടെ, പേപിടിച്ച ചെന്നായ്ക്കളുടെ പരസ്പരം കടിച്ച് ജനങ്ങളെ ഇങ്ങനെ കൊലപ്പെടുത്തുന്ന, പേപിടിപ്പിക്കുന്ന ആ രോഗം ഇനിയും വരാൻ പോവുകയാണ് തെരഞ്ഞെടുപ്പ്. അപ്പൊ അതിലേക്ക് പോകുമ്പോൾ അവിടെ പോകുന്ന ഓരോ മുസ്ലിമും ഇതിനെ കഴിഞ്ഞ 40 വർഷമായി ഈ വോട്ടാവകാശം എന്ന് പറയും താക്കോല് സവർണ മേധാവിയുടെ മടിക്കിലെ തിരികെ കൊടുത്തതിന്റെ അനുഭവം ഇന്ന് ഇരുട്ടറകളിൽ കിടന്ന് കേടാനേ പറ്റുന്നുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക. അത് നമുക്ക് വേണ്ടി വിനിയോഗിക്കാൻ നിങ്ങൾ തയ്യാറാവുക. സവർണ മേധാവികൾക്ക് ഒരു എംപിയോ ഒരു എംഎൽഎയോ കിട്ടിയാൽ മാറുന്നതല്ല നമ്മുടെ പ്രശ്നമെന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ തിരുവൺമണി എന്ന് പറയുന്ന സ്ഥലത്ത് ഏതാണ്ട് 40ഓളം പട്ടികജാതിക്കാരുടെ വീടുകൾ കൂട്ടക്കൊല ചെയ്തു, ദരിദ്രകളെ അവിടെ കൊല ചെയ്തു. ആ കൊല ചെയ്ത് തീവച്ചാണ് നശിപ്പിച്ചത്, കുടിലുകൾ. ആ തീവച്ച് നശിപ്പിച്ച കേസിലെ 80ഓളം പ്രതികൾ, 86ഓളം പ്രതികൾ ബ്രാഹ്മണരായിരുന്നു. ആ കേസ് മദ്രാസ് ഹൈക്കോടതി ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താണ് വിധിയുണ്ടായത്? 40ഓളം അവിടുത്തെ ജഡ്ജി വിധിക്കുകയാണ്. ഈ കേസിലെ 40ഓളം പട്ടികജാതിക്കാരെ കൂട്ടക്കൊല ചെയ്ത കേസിലെ 42 പ്രതികൾ ബ്രാഹ്മണരായതിനാലും ബ്രാഹ്മണരത്നം കുറ്റകൃത്യങ്ങൾ ചെയ്യുമെന്ന് കോടതിക്ക് ധാരണയില്ലാത്തതിനാലും അവരെ വെറുതെ വിടുന്നു. ഇത് തമിഴ്നാട് ഹൈക്കോടതിയിലുണ്ടായി എന്ന് പറഞ്ഞാൽ ഇവിടെ കോടതി എന്ന് പറയുന്നത് ബ്രാഹ്മണന്റെ കുത്തകയാണ്. അവിടെ നീതി കിട്ടുകയില്ല ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക്. അതുകൊണ്ട് കോടതിയെ ആശ്രയിച്ച് നടന്നിട്ട് എന്താണ് കാര്യം? ഇനി കോടതി വിധി ഉണ്ടാവട്ടെ എന്നാണ് ചെല്ലു പറയുന്നത്. കോടതിയെ നോക്കാൻ
ഇവിടെ കോടതി വിധി ഒരിക്കലും ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടാവുകയില്ല. ചെന്നായി എങ്ങനെയാണ് കുഞ്ഞാടിനെ സംരക്ഷിക്കുക? ചെന്നായിക്ക് ഒരിക്കലും ആട്ടിടയനാവാൻ സാധിക്കുകയില്ല. ഈ സത്യം ഇവിടുത്തെ പിന്നോക്കജാതിക്കാരൻ, ഇവിടുത്തെ മുസ്ലിം, ഇവിടുത്തെ പട്ടികജാതിക്കാരൻ എന്താ മനസ്സിലാക്കാത്തത്? ചെന്നായ്ക്കൾ വന്നിട്ട് പറയുകയാണ്, കുഞ്ഞാട് ജനാധിപത്യമാണ്, നമുക്ക് ഒന്നിച്ചു കിടന്നുറങ്ങാം, നീ കൂടെ എന്റെ കൂടെ വാ, സഹിക്കാമെന്ന് പറയുക. കാരണച്ചോലയിൽ ആട് വയ്ക്കാൻ ഞാനും വരട്ടെ എന്ന് പറഞ്ഞ് ചെന്നായി കുഞ്ഞാടിന്റെ കൂടെ വരും. പക്ഷെ ഇവിടുത്തെ കുഞ്ഞാടുകൾക്ക് 40 വർഷമായി ഇത് കണ്ടതല്ലേ, നമ്മൾ ഒന്നിച്ചുറങ്ങിയതല്ലേ. ഓരോ രാത്രി കഴിയും തോറും, ഓരോ പ്രഭാതം ഇവിടെ പുലരുമ്പോഴും ഈ ചെന്നായുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞാടുകൾ ഒന്നൊന്നായി ചത്തൊടുങ്ങി. കഴിഞ്ഞ 40 വർഷത്തിനുള്ളിൽ ആയിരക്കണക്കിന് കർത്തവ്യക്കാരൻ ജാതീയമായ കലാപങ്ങളുടെ പേരിൽ ഇന്ത്യ തെരുവീതികളിൽ ചത്തൊടുങ്ങി. ആര് പ്രതികരിച്ചു? ഇന്നിവിടുത്തെ ആദിവാസികൾ കൊല ചെയ്യപ്പെടുന്നു. വയനാട് ചുരുങ്ങലിലും മറ്റും മൃഗതുല്യരായി അവിടെ അടിമകളെ പോലെ ജീവിക്കുന്ന പട്ടികജാതിക്കാരൻ, പ്രത്യേകിച്ചും ഇവിടെ താണ്ട് പിന്നെ പാലക്കാട് ജില്ലയിൽ പണയം വെക്കുന്നു പട്ടികജാതിക്കാരന് പായിസായിക്ക്. ഇതുണ്ടായി, മീററ്റിലുണ്ടായി സംഭവം. മീററ്റിലും ബൽസിയിലും ഔറംഗാബാദിലും മുൻഷിദാബാദിലും 100 കണക്കിന് മുസ്ലിം സഹോദരന്മാരെ കൂട്ടക്കൊല ചെയ്തു. ഹിന്ദു ആർമി പട്ടാളമുണ്ട്, PAC എന്ന് പറയുന്ന അവരുടെ പട്ടാളത്തിനകത്ത് സവർണ നേതാവുകൾ കയറിക്കൂടിയിട്ട് മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്ന പട്ടാളത്തിന്റെ ക്രൂരതകൾ ഈ രാജ്യത്ത് അരങ്ങേറി. ഇൻഡോറിൽ ഇപ്പൊ കലാപം ഉണ്ടായി. ഇതൊക്കെ ഉണ്ടായിട്ടിരുന്ന ഈ കുഞ്ഞാടുകളെ പാഠം പഠിക്കുന്നില്ല എങ്കിൽ ദേവിയെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇനിയെങ്കിലും ഇവന്മാരുടെ പുറകെ ഇങ്ങനെ ആട്ടും ഈ പട്ടികളെ പോലെ ഇവരുടെ പുറകെ ഏറ്റിന് വേണ്ടി പോകാതെ ഒറ്റക്കെട്ടായി ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ സംഘടിക്കാൻ സമയമായിരിക്കുന്നു, ദളിതുകൾ ഉയരാൻ സമയമായിരിക്കുന്നു. അത് ഡോക്ടർ അംബേദ്കറുടെ ഫിലോസഫി കണ്ടെത്താൻ, സ്വന്തം മതപരമായ അസ്തിത്വം കണ്ടെത്തുവാൻ ന്യൂനപക്ഷങ്ങൾ തയ്യാറാവുക. ഈ ചെന്നായ്ക്കളുടെ പുറകെ പോകാതെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പോരാടിക്കഴിഞ്ഞാൽ ഇവിടെ ബാബരി മസ്ജിദ് പള്ളി മാത്രമല്ല, ദളിതുകളും മുസ്ലിങ്ങളടക്കം നമ്മുടെ അസ്തിത്വം, നശിക്കപ്പെടുന്ന നമ്മുടെ ആത്മാവുകൾ, കൊലയപ്പെടുന്ന നമ്മുടെ സഹോദരന്മാർ, അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുന്ന നമ്മുടെ സഹോദരിമാർ, അവരുടെ അഭിമാനം രക്ഷിക്കുവാൻ, നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുവാൻ നമുക്ക് കഴിയും. ഈ സവർണ മേധാവികൾക്കെതിരെ, അവരുടെ ഭ്രാന്തൻ ഫിലോസഫിയെ ബ്രാഹ്മണ മേധാവിക്കെതിരെ ശക്തമായി സംരക്ഷിക്കുക. അതിന്റെ പേരിൽ നമ്മളെ പല വേഷങ്ങൾ കെട്ടിക്കൊണ്ട് വഞ്ചിക്കാൻ വരുന്ന പല വേഷങ്ങൾ കിട്ടുന്ന അതിലൊന്നാണ് ഈ കമ്മ്യൂണിസ്റ്റ് വേഷം എന്ന് പറയുന്ന വലിയ വഞ്ചനയാണ്. പ്രത്യേകിച്ചും ശങ്കരന്റെയൊക്കെ തന്നെ പരിപാടി എന്ന് പറയുന്നത് വളരെ ബോധപൂർവ്വം ആധുനിക ശങ്കരന്മാർ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ദേവിയെ നിങ്ങൾ സൂക്ഷിക്കുക. ഇപ്പൊ രാജസ്ഥാൻ ഹൈക്കോടതിയുടെ മുമ്പിൽ മനുവിന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നു. മനു എന്ന് പറയുന്ന കീരാവന്റെ കാട്ടാളന്റെ പ്രതിമ അവിടെ രാജസ്ഥാൻ ഹൈക്കോടതിയുടെ മുമ്പിൽ സ്ഥാപിച്ചു. കൽക്കട്ടയിൽ ഒരു നമ്പൂരി പറഞ്ഞു ഖുറാൻ നിരോധിക്കണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മതഗ്രന്ഥം പോലും നിരോധിക്കണം, എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യം ഉണ്ടെന്നോ മതേതരത്വമാണ് എന്ന് മുറവിളിയിടുന്ന ഒരു ഭരണകൂടം നിലനിൽക്കുന്ന രാജ്യത്ത് ഒരു മുസ്ലിമിന്റെ മതഗ്രന്ഥം നിരോധിക്കണമെന്ന് ലോകത്ത് ജൂതന്മാർ പോലും പറയാത്ത കാര്യം സവർണ ഹിന്ദു പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അപകട പിടിച്ച രാജ്യത്തെ മുസ്ലിങ്ങൾ തയ്യാറാക്കണം. മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. സ്പെയിനിൽ മുസ്ലിം രാഷ്ട്രമായിരുന്ന സ്പെയിനിൽ കൂട്ടക്കൊലകളിലൂടെ അവിടുത്തെ മുസ്ലിങ്ങളെ നശിപ്പിച്ചു. ഇന്നത് ക്രിസ്ത്യൻ രാഷ്ട്രമാണ്. അതേപോലെ സ്പാനിഷ് തന്ത്രം ഈ രാജ്യത്തും അവിടെ ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ നശിപ്പിക്കാനുള്ള ബോധപൂർവമായ തന്ത്രം. അതിന്റെ ഭാഗമാണ് RSSകാരനും മാർക്സിസ്റ്റുകാരും കൂടി ഒറ്റ വേദിയിൽ വന്നുകൊണ്ട് മുസ്ലിമിനെതിരെ ഗൂഢാലോചന നടത്തുന്നു. ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക, അതിന്റെ പേരാണ് പ്രാക്ടിക്കൽ സോഷ്യലിസം എന്ന് പറയുന്നത്. അപകടമാണത്. ഇവിടെ ഒരു നീലകണ്ഠ കബീൽക്കർ എന്ന് പറയുന്ന ഒരു RSSകാരൻ റഷ്യ സന്ദർശിക്കാൻ പോയി. അയാൾ റഷ്യ ചെന്ന റഷ്യൻ ഗവൺമെന്റ് ക്ഷണിച്ചനുസരിച്ചാണ് പോയത്. 79 റഷ്യ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, മുസ്ലിം സഹോദരന്മാർ വിപ്ലവ സമയത്ത് തിങ്ങിപ്പാർത്ത പ്രദേശം കാണണമെന്ന് പറഞ്ഞു. ഉസ്ബെക്കിസ്ഥാനിലും ജോർജിയൊക്കെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ റഷ്യയിലെ ഭരണാധികാരികൾ അയാളെ കൂട്ടിക്കൊണ്ട് അവിടെ ആ ഭാഗങ്ങളിൽ പോവുകയും ചെയ്തു. പോയിക്കഴിഞ്ഞ് ആശാൻ ഈ സ്ഥലങ്ങളൊക്കെ ചെന്ന് കണ്ടിട്ട് ഇന്ത്യ മടങ്ങി വന്നിട്ട് ഒരു പുസ്തകം എഴുതി. പ്രാക്ടിക്കൽ സോഷ്യലിസം എന്നാണ് അതിന്റെ പേര്. എന്താ അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്? ഈ രാജ്യത്ത് കമ്മ്യൂണിസം വരണം, ഈ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് ഭരണക്രമം വരണം. വന്നാൽ ആ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി ഒരു ബ്രാഹ്മണനായി കഴിഞ്ഞാൽ ഈ രാജ്യത്തെ മുസ്ലിമിനെയും ഈ രാജ്യത്തെ ക്രിസ്ത്യാനിയെയും ഈ രാജ്യത്തെ പട്ടികജാതിക്കാരനെയും അടിച്ചൊതുക്കിയിട്ട് ബ്രാഹ്മണാധിപത്യം സ്ഥാപിക്കാവുന്ന പ്രാക്ടിക്കൽ സോഷ്യലിസം എന്ന് പറയുന്ന ഇംഗ്ലീഷ് പുസ്തകത്തിൽ RSSകാരനായ നീലകണ്ഠ കബീൽക്കർ എഴുതി ഡൽഹിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. എങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആപത്ത് നിങ്ങൾ മനസ്സിലാക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പല രൂപത്തിലും ഭാവത്തിലും ദളിതുകളെയും മുസ്ലിങ്ങളെയും പറ്റിക്കാൻ വേണ്ടി ഇവര് പല വേഷങ്ങളും കെട്ടി വരുന്നത്. അതുകൊണ്ട് ശങ്കരനിപ്പോ കണ്ടില്ലേ, ബെയ്ജിംഗ് പോയിട്ട് ഇയാൾ കൊടുത്തതിന്റെ ഇപ്പോഴാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇത് പുറത്തുവിടുന്നത്. ദളിത് പ്രസ്ഥാനത്തിന്റെ പ്രതികളെ ചൈനയിലേക്ക് ക്ഷണിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ ബെയ്ജിംഗ് സന്ദർശിക്കാൻ ശങ്കരനും PC ജോഷി അടക്കുന്ന കുറെ തമ്പൂരി കമ്മ്യൂണിസ്റ്റുകാർ പോയപ്പോ അവിടെ കൊണ്ട് ഇവര് മാവോയ്ക്ക് കൊടുത്തത് ഒരു വിഗ്രഹമുണ്ട്. അത് പൊതിയടിച്ച് നോക്കി മാവോ ഞെട്ടിത്തെറിച്ചു. ഈ പരശുരാമന്റെ വിഗ്രഹം കൊടുത്താരാ? എന്ന് ശങ്കരൻ നമ്പൂതിരിപ്പാട്. വിഗ്രഹം കണ്ട് മാവോ ഇതെന്താന്ന്? അത് കേരളം മഴുവറിഞ്ഞുണ്ടാക്കിയതാ പരശുരാമന്. അപ്പോ ഇത് ശങ്കരൻ നമ്പൂതിരിപ്പാട് ചെയ്ത കാര്യമാണ്. കേരളത്തില് ഡേ എക്സ്പ്രസ് എന്ന് പറയുന്ന നമ്മുടെ എക്സ്പ്രസ് ഉണ്ടല്ലോ, നമ്മൾ സഞ്ചരിക്കുന്ന ട്രെയിൻ, അതിന് പരശുരാം എക്സ്പ്രസ് എന്ന് പേരിട്ടു.
അപ്പൊ രാമനും ഗോപാലനും ഒക്കെ ഇപ്പൊ വന്ന് ട്രെയിനിലായി എയറോപ്ലെയിനിലോട്ട് കയറും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വളരെ ബോധപൂർവ്വം ഈ രാഷ്ട്രം ഹിന്ദുരാഷ്ട്രമാണെന്ന് വരുത്തി തീർത്ത് ഭയങ്കരമായി നമ്മളെ നശിപ്പിക്കാനുള്ള പുറപ്പാടാണ്. അപ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കാതെ സ്വന്തം വീട് കത്തിയെരിയുമ്പോൾ അതിനകത്ത് കിടന്ന് ഉറങ്ങുന്ന സഹോദരന്മാരുണ്ട്. ഞാനിത് പറയുമ്പോൾ വിദ്വേഷം പ്രചരിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അപകടം പറയുകയാണ്, ഇവിടെ എന്തെങ്കിലും കലാമുണ്ടാകുന്ന തരത്തിലാണെന്നൊന്നും ആരും ധരിക്കേണ്ട കാര്യമില്ല. ഇവിടെ പ്രശ്നം എന്താണ്? നമ്മുടെ സഹോദരന്മാർ ഉറങ്ങിക്കിടക്കുമ്പോൾ വീട് കത്തിയിരിക്കുന്ന ആ കത്തിയിരിക്കുന്ന വീടിനകത്ത് ഉറങ്ങിക്കിടക്കുന്നവരോട് നിങ്ങൾ ഉണരണം, കത്തുകയാണ് ഈ വീട്, രക്ഷപ്പെടണമെന്ന് പറയുന്ന ആ മനോഭാവം മാത്രം ഇവിടുത്തെ ദലിതുകൾക്കുള്ളൂ. സത്യം പറയാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം അതിനുവേണ്ടി ആരെയും ഭയപ്പെടാൻ ഞങ്ങൾക്ക്, നഷ്ടപ്പെടാൻ ഞങ്ങൾക്കൊന്നുമില്ല. പണ്ട് കാർൽ മാർക്സ് പറഞ്ഞത് എന്താണ്? നഷ്ടപ്പെടാനുള്ള ചങ്ങല. ഞങ്ങൾക്കുള്ള ജാതികളാണ്, ഈ ജാതിച്ചങ്ങലയാണ്, ഈ ഐറ്റമാണ്. അതുകൊണ്ട് സത്യം പറഞ്ഞിട്ട് മരിച്ചാൽ അത്രയും നല്ലതാണെന്ന് പറയുന്ന കൂട്ടത്തിലാണ് ഈ രാജ്യത്തെ ദലിതുകൾ. അതുകൊണ്ട് ഈ ദലിത് പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ നിങ്ങൾ തയ്യാറാവുക. അതുപോലെ ഈ ബാബാരി മസ്ജിദ് പ്രശ്നത്തിന്റെ പേരിൽ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം അത് സുപ്രീം കോടതിയെ ആശ്രയിക്കാതെ ഇവിടെ പോലീസും കള്ളനും പോലീസും പട്ടാളവും ജഡ്ജിയും ജയിലറും തൂക്കുകാരനും ആരാച്ചാര് പോലും ഇവിടെ സവർണ മേധാവിയാണ്. അവന്റെ കയ്യിൽ നീതി കിട്ടുമെന്ന് നിങ്ങൾ ധരിക്കരുത്. അതുകൊണ്ട് നീതിപീഠം ധിക്കരിച്ചാൽ പോലും അതിനെ വെല്ലിക്കൊണ്ട് ധീരമായ പോരാട്ടങ്ങളിലൂടെ വേണ്ടി വന്നാൽ അവര് മര്യാദയ്ക്ക് അംഗീകരിക്കില്ലെങ്കിൽ ശരിയാമിലൂടെ ഭൂരിപക്ഷം നമ്മളോടൊപ്പം ഉണ്ട്. ഭൂരിപക്ഷം ജനവിഭാഗങ്ങൾ ഇവിടെ നീതിക്ക് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടിയുള്ള സമരത്തിൽ തീർച്ചയായും ഈ രാജ്യത്തെ മുസ്ലിം സഹോദരന്മാരോടൊപ്പം ഞങ്ങൾ ദലിതുകൾ, ആദിവാസി ജനവിഭാഗങ്ങളൊപ്പം ഉണ്ടാവും. അത് ഏത് ഘട്ടത്തിലും ഉണ്ടാവും. അതുകൊണ്ട് അല്പം പോലും പതറാതെ ഇത് നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടം തുറന്നുകൊണ്ടിരിക്കുക. ഇത് നിങ്ങൾക്ക് നാളെ ഇതുണ്ടായിക്കഴിഞ്ഞാൽ നാളെ ഞങ്ങളുടെ ജീവന് നേരെ, സ്വത്തിന് നേരെ നൂറ്റാണ്ടുകളായി ഉണ്ടാകുന്ന ഈ അപകടം ഈ രാജ്യത്തുണ്ടായി ഈ രാജ്യം നശിക്കപ്പെടും. അതുകൊണ്ട് നമുക്ക് ഈ രാജ്യത്തോട് സ്നേഹമുള്ളതുകൊണ്ട്, ഈ രാജ്യത്തോട് കൂറുള്ളതുകൊണ്ട്, ഈ രാജ്യത്തിന്റെ യഥാർത്ഥ അവകാശികൾ ഉടമകളുമായ ഇവിടുത്തെ ന്യൂനപക്ഷ സഹോദരന്മാര് ദേവിയത് ഒറ്റക്കെട്ടായി നിൽക്കുക. ഈ പ്രശ്നത്തിൽ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നീതിയുണ്ട്, മുസ്ലിം സഹോദരന്മാരുടെ ഭാഗത്ത് നീതിയുണ്ട്. അതുകൊണ്ട് ആ നീതിയോടൊപ്പം നിന്നുകൊണ്ട് ബാബാരി മസ്ജിദ് എന്ന് പറയുന്ന പള്ളി മുസ്ലിമിന് വിട്ടുകൊടുക്കണം. രാമശില എന്ന് പറയുന്ന, രാമായണം എന്ന് പറയുന്ന ക്രിമിനൽ സാഹിത്യം നിരോധിക്കണം. രാമായണം എന്ന് പറയുന്ന ഈ രാജ്യത്തെ പിന്നോക്കാധിക്കാരനെ, അടിസ്ഥാന വർഗത്തെ അടിച്ചമർത്തിയ ജനവിഭാഗത്തെ നശിപ്പിച്ച ആ കിരാത വാഴ്ചയുടെ ചരിത്രപരമായ ഗ്രന്ഥമാണ്. അത് ചുട്ടുകരിക്കണമെന്നാണ് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത്. അതുകൊണ്ട് ആ രാമായണം നിരോധിക്കുക.